സൗഖ്യപ്രദായകൻ നീ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവ്വവും നീ മാത്രമേ, സർവ്വവും നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. നിന്റെ പ്രത്യക്ഷ ദീനമാതിൽ നിന്റെ വിശ്വസ്ത ദാസനായി, നിന്റെ വിശ്വസ്ത സാക്ഷിയായി, നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. നിന്റെ പ്രത്യക്ഷ ദീനമാതിൽ നിന്റെ വിശ്വസ്ത ദാസനായി, നിന്റെ വിശ്വസ്ത സാക്ഷിയായി, നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. ആരാധ്യനേ സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ഞാൻ എന്നെ നൽകിയിടുന്നേ, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയേണമേ. ഞാൻ എന്നെ നൽകിയിടുന്നേ, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ജീവൻ പോകുവോളം എന്നോട് ചേർന്നു നിൽക്കാം. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ജീവൻ നിന്നോട് ചേർന്നു
സ്തോത്രം സ്തോത്രം. അധരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ അധരങ്ങൾ തുറന്ന് കർത്താവിന് സ്തോത്രം, കരങ്ങളെ അടിച്ച് കർത്താവിന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഓ ഹല്ലേലൂയ. ശരീരമാകുന്ന ആലയം ഇന്ന് വിശുദ്ധ മന്ദിരമായിരിക്കുന്ന ആലയത്തിനകത്ത് ആമേൻ ഇന്ന് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ ഹല്ലേലൂയ ജീവിതത്തിന് മേലുള്ള ദൈവപ്രവൃത്തികൾ ഭയപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. നമ്മുടെ ശരീരം വിശുദ്ധ മന്ദിരമാണ്, നമ്മുടെ ശരീരമാണ് ആലയം. ഇന്ന് പുറത്തല്ല ആരാധന നടക്കുന്നത്, ആരാധന നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. സ്തോത്രം 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 സ്തോത്രം. മുളന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. ഓ ഹല്ലേലൂയ. പൗലോസും ശീലാസും ആമേൻ ആമേൻ പ്രാണനായിട്ടാണ് ആമേൻ ജയിലിൽ കിടക്കുന്നത്. പക്ഷേ അവരുടെ ആരാധനയ്ക്ക് ഒരു കുറവുമില്ല. ആരാധിക്കുന്നവന്റെ മധ്യ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരാധിക്കാൻ തയ്യാറാകാം. സ്തോത്രം സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആരുടെ മുഖത്തേക്ക് നോക്കണ്ടവന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ചില ദൈവപ്രവൃത്തികൾ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ഇന്ന് ഈ ഒന്നാം ഹല്ലേലൂയ സ്തോത്രം ദിവസവും ഈ മാസത്തിന് ഒന്നാം ദിവസവും കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആ കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ശക്തി ബഹുമാനം സ്വീകരിക്കാൻ യോഗ്യനായോനേ, ദാനം ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിക്കാൻ യോഗ്യനായോനേ, മഹത്വവും രക്ഷയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. മഹത്വവും രക്ഷയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. മൂകരും വികലരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ, കുരുടരും ശകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ, ജീവൻ വിളിച്ചവൻ നാം ജീവനുള്ളവരെ നാം ജീവനെന്നും ആരാധിച്ചിടാം. ജീവൻ വിളിച്ചവൻ നാം ജീവനുള്ളവരെ നാം ജീവനെന്നും ആരാധിച്ചിടാം. ജീവൻ ലഭിച്ചവൻ നാം ജീവനുള്ളവരെ നാം ജീവനെന്നും ആരാധിച്ചിടാം. ജീവൻ ലഭിച്ചവൻ നാം ജീവനുള്ളവരെ നാം ജീവനെന്നും ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം.
മുഴങ്ങൾ മുഴങ്ങും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം. അതരം തുറന്നൊന്ന് കളിവാഴ്ത്താം. ആരാധിക്കാം,
ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ജെറമ്യാ പ്രവാചകൻ ഭയമില്ലാതെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അതേപടി സംസാരിക്കുന്ന ആളായിരുന്നു. ന്യായവിധിയുടെ അരുളപ്പാടാണെങ്കിൽ പോലും രാജാവിനോട് പോലും ഭയമില്ലാതെ ദൈവവചനം ഹല്ലേലൂയ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഹല്ലേലൂയ അത് അറിയിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ യെരമ്യാ പ്രവാചകനെ ഹല്ലേലൂയ അവിടെ രാജാവിൻ്റെ കാവൽ പുറമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അവിടെ യെരമ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, യെരൂശലേം നഗരം അവിടെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. ബാബേൽ രാജാവ് അവിടെ വന്ന് ഹല്ലേലൂയ ആ നഗരത്തെ കീഴടക്കും. ഹല്ലേലൂയ. ആ നഗരം ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നുള്ളൊരു അരുളപ്പാട് യെരമ്യാ പ്രവാചകനുണ്ടായി. എന്നിട്ട് യെരമ്യാ പ്രവാചകൻ രാജാവിനോട് പറയുന്നുണ്ട്, രാജാവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അങ്ങോട്ട് കാൽദേയർ ദേശത്തേക്ക് പോവും, നീ അവരോട് യുദ്ധം ചെയ്താലും നീ ജയിക്കുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു അരുളപ്പാട് യെരമ്യാ പ്രവാചകൻ പറഞ്ഞപ്പോൾ അവിടെ ആ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അവനെ ഹല്ലേലൂയ അവിടെ യാമത്തിലിട്ട് പൂട്ടി. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ആ സന്ദർഭത്തിൽ തന്നെ ഹല്ലേലൂയ ശത്രു ആ നഗരത്തെ കീഴടക്കുമെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാട് യെരമ്യാ പ്രവാചകനോട് പറയുന്നുണ്ട്, നിൻ്റെ ഇളയപ്പൻ്റെ മകൻ അവിടെ വന്ന് നിന്നോട് നിലം വാങ്ങാൻ ചോദിക്കും. അപ്പോൾ നീ ആ നിലം വാങ്ങണം, കാരണം നീയാണ് അവിടെ അവൻ്റെ വീണ്ടെടുപ്പുകാരൻ. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. ആ സ്ഥലം ഹല്ലേലൂയ ശത്രുവിൻ്റെ കയ്യിൽ പോകുമ്പോഴും അല്ലെ ദൈവം പറഞ്ഞ അനുസരിച്ച് ജെറമ്യാ പ്രവാചകൻ അത് അനുസരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകൻ്റെ അടുക്കൽ ഇളയപ്പൻ്റെ മകൻ വന്നിട്ട് സ്ഥലം വാങ്ങാൻ ചോദിക്കുമ്പോൾ ജെറമ്യാ പ്രവാചകൻ 17 ഷെക്കൽ കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങി അതിന് ആധാരം എഴുതി ഹല്ലേലൂയ സാക്ഷികളെ കൊണ്ട് ഒപ്പിട്ട് ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യർ പറഞ്ഞേക്കാം അത് എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്, കാരണം ഈ സ്ഥലം ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുക. പക്ഷേ ജെറമ്യാ പ്രവാചകനോട് ദൈവം എന്താ പറഞ്ഞത് അതനുസരിച്ച് ജെറമ്യാ പ്രവാചകൻ ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ജെറമ്യാ പ്രവാചകൻ ആ സമയത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, അയ്യോ യഹോവയായ കർത്താവേ, നീ നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. നമ്മുടെ ദൈവം മഹാശക്തി കൊണ്ടും അല്ലെ നീട്ടിയ ഭുജത്താലും ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിന് ഒന്നും അസാധ്യമായി ഇല്ല. ഹല്ലേലൂയ. കാരണം ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രിയ ചെയ്യും. ഹല്ലേലൂയ. കുറച്ച് നാളത്തേക്ക് ആ ദേശം പിടിക്കപ്പെട്ടു പോയെങ്കിലും ദൈവം അതിനെ വീണ്ടും റിസ്റ്റോർ ചെയ്യും എന്ന് ജെറമ്യാ പ്രവാചകന് ഹല്ലേലൂയ അരുളപ്പാട് ഉണ്ടായത് കൊണ്ടാണ് ആ സ്ഥലം ഹല്ലേലൂയ വാങ്ങാൻ ഹല്ലേലൂയ ഇടയായത്. അല്ലെങ്കിൽ പിന്നെ ജെറമ്യാ പ്രവാചകൻ ഒരു സംശയം പോലെ വന്നു, ദൈവമേ ഞാനിത് ചെയ്തത് മണ്ടത്തരമായോ? ഹല്ലേലൂയ. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിലും ശക്തിമാനുമാണ്, പക്ഷേ നീ പറഞ്ഞതനുസരിച്ച് ഈ നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വാങ്ങണമെന്ന് അത് നീ എന്നോട് അരുളി ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, യഹോവയുടെ അരുളപ്പാട് ജെറമ്യായിലുണ്ടായത്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവം ആയ യഹോവമാകുന്നു, എനിക്ക് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. വചനം പറയുന്നത് ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമാണ്, ദൈവത്തിനൊരു കാര്യവും അസാധ്യമായി ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, മമ്രേ തോപ്പിൽ അബ്രഹാം ഇരിക്കുമ്പോൾ 3 പുരുഷന്മാർ വരുന്നുണ്ട്. അതിൽ ഒന്ന് കർത്താവ് തന്നെയായിരുന്നു. അവിടെ ഹല്ലേലൂയ അബ്രഹാം നിലം വരെ കുനിഞ്ഞ് അവർക്ക് ഹല്ലേലൂയ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതിഥി സൽക്കാരം ചെയ്യുന്നുണ്ട്. അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ പറയുന്നുണ്ട്, അവൾ കൂടാരത്തിലുണ്ട്. അപ്പോൾ അവിടെ യഹോവ പറയുന്നുണ്ട്, വരുന്ന വർഷം ഈ 1 വർഷം കഴിഞ്ഞിട്ട് നിൻ്റെ ഭാര്യ സാരയ്ക്ക് ഒരു മകനുണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ സാറ അവിടെ കൂടാര വാതിൽ അകത്തിരിക്കുക. ഹല്ലേലൂയ. അവളിത് കേട്ടുകൊണ്ടിരുന്നു. അവർ കാണുന്നില്ല, അവളിത് കേട്ടുകൊണ്ടിരുന്നു. അവൾ ഉള്ളുകൊണ്ട് ചിരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. കാരണം അവർ 2 പേരും വൃദ്ധരായിരുന്നു. ഹല്ലേലൂയ. സ്ത്രീകൾക്കുള്ള പതിവൊക്കെ നിന്നു പോയിരുന്നു. ഇവൾക്കതൊരു ഹല്ലേലൂയ തമാശയായിട്ട് തോന്നി, അതുകൊണ്ട് അവൾ ഉള്ളിൽ ചിരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, സാറ ചിരിച്ചത് എന്ത്?
ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കർത്താവ് അവളെ കണ്ടില്ലെങ്കിലും അവളെ പുറത്ത് ഉറക്കെയല്ല ചിരിച്ചത്, ഉള്ളിലാണ് ചിരിച്ചത്. കാരണം അത് ഹല്ലേലൂയ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിട്ട് തോന്നി. അവിടെ ചോദിക്കുന്നുണ്ട്, സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത ഒരു ഹല്ലേലൂയ കാര്യവും ഇല്ല. ഈ ഒരാണ്ട് കഴിഞ്ഞ് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും. അപ്പോൾ സാറ ഭയപ്പെട്ട് പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, നീ ചിരിച്ചു. പലപ്പോഴും ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ വളരെ ഇമ്പോസിബിളായിട്ട് തോന്നിയാൽ എത്ര ഇമ്പോസിബിൾ ആണെങ്കിലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ല. ഹല്ലേലൂയ. നത്തിങ് ഇസ് ടു ഹാർഡ് ഫോർ ദ ലോഡ്. അവിടെ ചോദിക്കുന്നത്, ഇസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ഗോഡ്? മനുഷ്യർക്ക് അസാധ്യമായിട്ട് കാര്യങ്ങൾ കാണും, പക്ഷെ ദൈവത്തിന് നത്തിങ് ഇസ് ടു ഹാർഡ് ഫോർ ആ ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ലൂക്കോസിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു ഗ്രാമത്തിൽ ഹല്ലേലൂയ ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് അവിടെ മറിയോട് പറയുന്നുണ്ട്, കൃപ ലഭിച്ചവളെ ഹല്ലേലൂയ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേര് വിളിക്കും. അപ്പം മറിയ പറയുന്നുണ്ട്, ദൂതനോട് പറയുന്നുണ്ട്, പുരുഷനെ ഞാൻ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പം ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുതൻ്റെ ശക്തി നിൻ്റെ മേൽ നില്ലിടും. ഹല്ലേലൂയ സ്തോത്രം. അതുമാത്രമല്ല, നിൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഹല്ലേലൂയ, അവൾ വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മച്ചി എന്ന ഹല്ലേലൂയ പേര് പറഞ്ഞവൾ ഇപ്പം 6 മാസം ഹല്ലേലൂയ ഗർഭിണിയായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കന്യകയായ ആ മകള് ഹല്ലേലൂയ, പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത മകൾക്ക് ഗർഭം ധരിക്കാമെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നേരിട്ട് ഹല്ലേലൂയ സ്തോത്രം ഗർഭം ധരിച്ചെങ്കിൽ ഹല്ലേലൂയ വാർദ്ധക്യത്തിലിരിക്കുന്ന എലിസബത്ത് ഹല്ലേലൂയ മച്ചിയായെന്ന എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം എഴുതി തള്ളിയവൾക്ക് ഹല്ലേലൂയ 6 മാസം ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അവിടെ പറയുന്നുണ്ട്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ല. ഹല്ലേലൂയ സ്തോത്രം. യോബിൻ്റെ പുസ്തകം 42:1 വായിക്കുന്നു, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേർക്ക് ഏറ്റുപറയാം, കർത്താവേ അങ്ങേക്ക് സകലവും കഴിയും. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയമാണേലും നമുക്കതിനെ ഹല്ലേലൂയ കണ്ടുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ ഹല്ലേലൂയ അങ്ങേക്ക് സകലവും കഴിയും, അങ്ങയുടെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. മനുഷ്യൻ്റെ കണ്ണിൽ അസാധ്യമാണെങ്കിലും ഹല്ലേലൂയ, യു ക്യാൻ ഡു ഓൾ തിങ്സ്, നത്തിങ് ഇസ് ടു ഹാർഡ് ഫോർ യു. അങ്ങേക്ക് ഒന്നും അസാധ്യമായില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ല. ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെയും നീട്ടിയ ഭുജം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും ഒക്കെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ ഹല്ലേലൂയ, നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വലിയ വിഷയമായിട്ട് തോന്നിയാലും നമുക്ക് ആ വിഷയത്തെ നോക്കി നമുക്ക് പറയാം, കർത്താവ് ഈ വിഷയത്തിൽ അങ്ങ് പ്രവർത്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ തലമുറയുടെ വിഷയമായിരിക്കോ, നമ്മുടെ കുടുംബജീവിതം ആണെങ്കിലും ഹല്ലേലൂയ തകർന്നെന്ന് വിചാരിച്ചതാണെങ്കിലും ദൈവത്തിന് അത് റിസ്റ്റോർ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഏത് വിഷയത്തെയും ദൈവത്തിന് പണിയാൻ കഴിയും. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വസിക്കാം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്തോത്രം. വിശ്വാസമുള്ള കഥാവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അസാധ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അസാധ്യത്തെ നോക്കി പറയാം, കഥാവി അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യന് അസാധ്യമെങ്കിൽ ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് സാധ്യമായത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിന്. എന്നാൽ മനുഷ്യന് അസാധ്യമായിരിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ കരം ഇറങ്ങുന്നത്. നമുക്ക് ഇന്ന് ഏതെങ്കിലും വിഷയത്തും അസാധ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ നോക്കി പറയാം, കഥാവി അങ്ങേക്ക് അസാധ്യമായ ആ വിഷയത്തെ തന്നെയാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടുപാടി കഥാവിന് മഹത്വം കൊടുക്കാം. ആ വിശ്വാസം കണ്ടാൽ അതിനെ കണ്ടുകൊണ്ട് ഏത് മണ്ഡലമാണെന്ന് അസാധ്യമായിട്ടിരിക്കുന്നത് അതിനെ നോക്കിയിട്ട് പറയണം, കഥാവി അങ്ങേക്ക് അത് സാധ്യമാണ്, എനിക്ക് അസാധ്യമാണ്, പക്ഷേ അങ്ങേക്ക് സാധ്യമാണ്. സ്തോത്രം. ഗോഡ് ഒരു വചനം മതി കഥാനുവായി നിന്നും അതിന് മേൽ വന്നാൽ ഇന്ന് അസാധ്യം സാധ്യമായി തീരും. ഇന്ന് ലാസറിൻ്റെ കല്ലറയ്ക്ക് യേശു വരുമ്പോൾ ആമേൻ സ്വന്തം ചിന്തിച്ച് ലാസറിൻ്റെ കല്ലറ തുറന്ന് ലാസറിനെ പുറത്തു കൊണ്ടു. പക്ഷേ കഥാവ് ഒരു വാക്ക് മാത്രമേ കഥാവിന് വചനം അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ആ ദൈവം നമുക്കുണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കാം. ഒരു പാട്ടുപാടി കഥാവിനെ വീണ്ടും നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല.
ദൈവമൊരു വാതിൽ തുറന്നാൽ ആർക്കത് അടച്ചിടാം? ദൈവമൊരു വാതിൽ അടച്ചാൽ ആർക്കത് തുറന്നിടാം? ദൈവമൊരു വാതിൽ തുറന്നാൽ ആർക്കത് അടച്ചിടാം? ദൈവമൊരു വാതിൽ അടച്ചാൽ ആർക്കത് തുറന്നിടാം? അവൻ സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിനും അധികാരി. അവൻ സർവശക്തൻ, സർവജ്ഞാനി, സർവജ്ഞാനി, സർവത്തിനും അധികാരി. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിനൊരു കാര്യവും പ്രയാസമല്ലല്ലോ. അടുത്തു ചെല്ലാം, നമുക്കടുത്തു ചെല്ലാം, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചിടാം. അനുസരിക്കാം, വചനമനുസരിക്കാം, അവന്റെ വഴികളിൽ നടന്നിടാം. ദൈവത്തിന്റെ കോപകാലമോ ക്ഷണനേരം മാത്രമേയുള്ളൂ. ദൈവത്തിന്റെ പ്രസാദമോ ജീവാന്ത്യത്തോളമുള്ളത്. ദൈവത്തിന്റെ കോപകാലമോ ക്ഷണനേരം മാത്രമേയുള്ളൂ. ദൈവത്തിന്റെ പ്രസാദമോ ജീവാന്ത്യത്തോളമുള്ളത്. അവൻ കരുതുന്ന കാക്കുന്ന കൂടെയുള്ളൂ. കൈവിടാത്ത കർത്താവിനെ അവൻ കരുതുന്ന കാക്കുന്ന കൂടെയുള്ളൂ. കൈവിടാത്ത കർത്താവിനെ അവൻ കരുതുന്ന കാക്കുന്ന കൂടെയുള്ളൂ. കൈവിടാത്ത കർത്താവിനെ. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിനൊരു കാര്യവും പ്രയാസമല്ലല്ലോ. അടുത്തു ചെല്ലാം, നമുക്കടുത്തു ചെല്ലാം, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചിടാം. അനുസരിക്കാം, വചനമനുസരിക്കാം, അവന്റെ വഴികളിൽ നടന്നിടാം. ദൈവത്തിന്റെ വലുപ്പത്തെയോ ആർക്കതു വളർന്നിടാം? ദൈവത്തിന്റെ സ്നേഹത്തെയോ ആർക്കതു വർണ്ണിച്ചിടാം? ദൈവത്തിന്റെ വലുപ്പത്തെയോ ആർക്കതു വളർന്നിടാം? ദൈവത്തിന്റെ സ്നേഹത്തെയോ ആർക്കതു വർണ്ണിച്ചിടാം? അവൻ സ്നേഹസൂര്യൻ, സ്നേഹനീതി, സ്നേഹക്കടൽ, സ്നേഹത്തിന്റെ ഒഴുകാണേ. അവൻ സ്നേഹസൂര്യൻ, സ്നേഹനീതി, സ്നേഹക്കടൽ, സ്നേഹത്തിന്റെ ഒഴുകാണേ. അവൻ സ്നേഹസൂര്യൻ, സ്നേഹനീതി, സ്നേഹക്കടൽ, സ്നേഹത്തിന്റെ ഒഴുകാണേ. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിനൊരു കാര്യവും പ്രയാസമല്ലല്ലോ. അടുത്തു ചെല്ലാം, നമുക്കടുത്തു ചെല്ലാം, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചിടാം. അനുസരിക്കാം, അനുസരിക്കാം, അവന്റെ വഴികളിൽ നടന്നിടാം. അടുത്തു ചെല്ലാം, നമുക്കടുത്തു ചെല്ലാം, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചിടാം. അനുസരിക്കാം, വചനമനുസരിക്കാം, അവന്റെ വഴികളിൽ നടന്നിടാം. ദൈവത്തിനൊരു കാര്യവും ദൈവത്തിനൊരു കാര്യവും മരുഭൂമിയെ നീ മലർവാടിയാകാം.
രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശു നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ഞെരുക്കങ്ങളിൽ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഞെരുക്കങ്ങളിൽ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി. സന്നിധി നമുക്ക് താഴ്മയായിട്ടിരിക്കാം. സ്തോത്രം സ്തോത്രം. തുടർന്ന് സാക്ഷ്യങ്ങളുടെ പറയാനുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് സമയത്തെ വേർതിരിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഒരു വർഷം കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിൽ ജൈവം നന്നവൻ കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കർത്താവെ അസുഖമൊന്നുമില്ലാതെ പ്രയാസങ്ങളൊന്നുമില്ലാതെ എന്നെ നടത്തി ശക്തീകരിച്ച് കുടുംബമായിട്ട് നടത്തി. പണിക്കാണെങ്കിലും കർത്താവ് കൈയൊക്കെ മുറിഞ്ഞു കർത്താവ് കഴിഞ്ഞ മാസം. എന്നാലും ദൈവാത്ഭുതകരമായിട്ട് അതൊക്കെ ഉണങ്ങുവാൻ സാധിച്ചു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി. കർത്താവ് കുഞ്ഞിൻ്റെ പരീക്ഷയുണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥന സ്വർഗത്തെ ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവ് നല്ല റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പോൾ പ്രത്യേകമായൊരു കാര്യം കൂടി കർത്താവ് നിങ്ങൾ ഓരോരുത്തരുടെ മേലൊരു പേഴ്സണൽ ഇൻവിറ്റേഷനായിട്ട് പറയാറുണ്ട്. കർത്താവ് ജോഹാൻ്റെ ബാപ്റ്റിസം, അതായത് ജലസ്നാന ശുശ്രൂഷ അടുത്ത 6-ാം തീയതി ഫെബ്രുവരി 6-ന് വെള്ളിയാഴ്ച എറണാകുളത്ത് ഫോർട്ട് വെച്ച് നടക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. കർത്താവ് ആർക്കെങ്കിലും പങ്കെടുക്കാൻ സാധിക്കാത്തവർ പ്രത്യേകമായി ആ സമയത്ത് 10:30 പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ്. അങ്ങനെ അവരെ സംരക്ഷിച്ച് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ താഴ്ന്നിരിക്കും. മാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച രാത്രി പകൽക്കാലം നമുക്ക് ദൈവം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൽപ്പിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് കടന്നു പോകാമല്ലോ. തുടർന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്നും വായിക്കാം. പഴയ നിയമ പുസ്തകത്തിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 37-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്ക് കുറിവാക്യമായിട്ട് വായിക്കാം. എസെക്കിയേൽ പ്രവാചകൻ്റെ ഈ പുസ്തകത്തിൽ നിന്നും പറയപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമുക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ വചനം വായിക്കുന്ന എല്ലാവർക്കും തന്നെ സുപരിചിതമാണല്ലോ. മുമ്പ് പറയപ്പെട്ട പ്രബോധനത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വചനമാണ്. നമ്മളെ കൂടുതൽ ദൈവം ആത്മാവിൽ വിശ്വാസത്തിൽ വചനത്തിൽ ബലപ്പെടുത്തുവാൻ തക്കണം അതൊരു മുഖാന്തരമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഇനിയൊന്നും സംഭവിക്കുകയില്ല എന്ന ശത്രു വിധി എഴുതിയ ഒരു തലത്തിലാണ് എസെക്കിയേൽ പ്രവാചകന് ആയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ ഒരവസ്ഥയിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ദൈവസാന്നിധ്യം കടന്നു വന്നു. ദൈവം എസെക്കിയേൽ പ്രവാചകനോട് സംസാരിക്കുകയാണ്. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലും പലതും ഇനി നടക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞ് സുല്ലിട്ട്
എന്ന് പറയുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേൽ ഇന്നും ദൈവത്തിന് അതെ പ്രവർത്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന അനുഭവങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന തലങ്ങളിൽ പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മൾ പലതും ചെയ്തിട്ടും നടക്കാതിരിക്കുന്ന അനവധി വിഷയങ്ങളുണ്ടായിരിക്കാം. അത് പുറമേ ആയിരിക്കാം, അത് അകമയായിരിക്കാം, അത് ചുറ്റുവട്ടങ്ങളിലായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലായിരിക്കാം, ഒരു വിഷയം നമ്മുടെ ശരീരത്തിലായിരിക്കാം, നമ്മുടെ ആത്മീയ ജീവിതത്തിലായിരിക്കാം, നമ്മുടെ സഭയിലായിരിക്കാം, ഹല്ലേലൂയ, അത് ദേശത്തായിരിക്കാം, അത് എവിടെയുമാകട്ടെ. എന്നാൽ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ, എസെക്കിയേൽ പ്രവാചകൻ നോക്കുമ്പോൾ, അവിടെ എല്ലാം അസാധ്യതകളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ജനം വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇനിയിപ്പം ഇസ്രായേലിനോടുള്ള ദൈവിക വാഗ്ദത്തം നടക്കുകയില്ല എന്ന് ഒരുപക്ഷെ എസെക്കിയേൽ പ്രവാചകൻ ഒരുപക്ഷെ ചിന്തിച്ച് കാണും. നമ്മളും പലപ്പോഴും ആത്മീയ ജീവിതത്തിലും നമ്മുടെ മാനസിക തലങ്ങളിലുമൊക്കെ ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ അത് ഒരിക്കലും നമുക്കതിന് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കും. സ്തോത്രം. ദൈവിക പദ്ധതിയാണെങ്കിൽ അതിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കും. അതല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് വിളിച്ച് കരഞ്ഞതുപോലെ, കഥ 3 പ്രാവശ്യം പറയുമ്പോഴും കഥാവ് പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ അതിൻ്റെ മേൽ ജയമെടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആ കൃപ ദൈവം നമ്മുടെ മേൽ പകരും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ചിലത് കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കും. പക്ഷേ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ അസാധ്യതകളുടെ മുമ്പിലും സാധ്യത തെളിയിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമുക്ക് ഏകദേശം 4 മേജർ പ്രോഫറ്റ്സായിട്ട് പറയപ്പെടുന്ന ഒരു പ്രവാചകനാണ് എസെക്കിയേൽ പ്രവാചകൻ. എനിക്ക് തോന്നുന്നു 4 മേജർ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ 5 പ്രോഫറ്റ്സ് ഉണ്ട്. അവർ 12 മൈനർ പ്രോഫറ്റ്സ് ആണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. അതെ, അവിടെ ഈ 4 മേജർ പ്രോഫറ്റ്സ് എന്ന് 12 പ്രോഫറ്റ്സ് ചെറിയ പ്രോഫറ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ മലയാളത്തിൽ എന്താണ് പറയുന്നത്, ഇംഗ്ലീഷ് മൈനർ പ്രോഫറ്റ്സ് ആണ്. അത് ഹോസിയ, ജോവൽ, ആമോസ്, ഒബദിയ, ജോന, മീഖ, നാഹും, ഹബക്കൂക്ക്, സെഫന്യ, ഹഗായ്, സെക്കറിയ, മലാഖി, ഇവരെയൊക്കെ ചെറിയ പ്രവാചകന്മാരെന്ന് പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അവർ ചെറുതായതുകൊണ്ടല്ല. സോ അത് അവരെഴുതിയ പുസ്തകത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് കൂടുതലും പറയപ്പെടുന്നത്, അതിൻ്റെ കണ്ടൻറ്റിനനുസരിച്ചാണ് അത് പറയപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ യെശയ്യാ, ജെറമിയ, ലാമെൻറ്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് യെരമിയാവാണെന്ന് പറയുന്നത് നല്ലതെന്ന് പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം, ഇത് മേജർ പ്രോഫറ്റ്സ് അവൻ്റെ പുസ്തകമായി പറയപ്പെടുന്നു. അതിൻ്റെ ഒരു പുസ്തകത്തിനകത്ത് എസെക്കിയേൽ പ്രവാചകൻ്റെ കാലഘട്ടങ്ങളിൽ ബാബിലോണിയൻ പ്രവാസത്തിലായിരുന്ന ജനം ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരുടെ മേലുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ നോക്കിയാൽ ചുറ്റുവട്ടങ്ങളെല്ലാം ഏകദേശം മരിച്ച അവസ്ഥയിലാണ്. ഇനി ഒരു ഉയർപ്പുണ്ടാകത്തില്ല, ഒരു തളർപ്പുണ്ടാകത്തില്ല എന്ന് ചിന്തിക്കത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ അവിടെ എസെക്കിയേൽ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഒരു ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാണ്. സ്തോത്രം. അവിടെ എസെക്കിയേൽ പ്രവാചകന് കാണുന്നത്, അവിടെ ഒരു കാണുന്ന താഴ്വാരം അസ്ഥികളുടെ താഴ്വാരമാണ്. അപ്പോൾ ദൈവം ഒരു വിഷൻ കൊടുക്കുകയാണ്, ഒരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ആണ് എസെക്കിയേലിനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ടൊരു കാര്യം കാണിച്ചിട്ട് ആണ് ദൈവം സംസാരിക്കുന്നത്. പലതും നെഗറ്റീവായിട്ട് നമ്മുടെ മുമ്പിൽ കണ്ടേക്കാം, പക്ഷേ അതിനെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ 3 വാക്യങ്ങളാണ് പ്രധാനമായും കാണുന്നത്. ഈ അധ്യായം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടിയ ചില ദൈവിക പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും ഒരു ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമായി തീരുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നോട് മനുഷ്യപുത്ര, അസ്ഥികൾ ജീവിക്കുമോ? 3-ാമത്തെ വാക്യം പറയുന്നത്, നീ അറിയുന്നു കർത്താവേ എന്ന് 3-ാമതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യപുത്ര എന്നൊരു വിളിയും അസ്ഥികളുടെ ഒരവസ്ഥയും മാത്രമല്ല
കർത്താവെ നീ അറിയുന്നുവെന്ന് പറയുന്ന ഒരു കാര്യവും നമുക്കതവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ കാണുന്ന അസ്ഥി താഴ്വാരത്തിൽ കിടക്കുന്ന അസ്ഥികളെ കുഴിച്ചിട്ടിട്ടില്ല, അസ്ഥികളെ എല്ലാം പുറത്താണ് കിടക്കുന്നത്. അപ്പം ആ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ പറയുന്നത് അത് നടക്കുമെന്ന് തോന്നില്ല. പക്ഷേ അതിൻ്റെ ഉത്തരം എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്, കർത്താവെ നീ അറിയുന്നു, അപ്പോൾ നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന ജനം പാപത്തിൻ്റെതായ സാഹചര്യത്തിൽ അവരൊരിക്കലും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതക്കവണ്ണം അവർക്ക് ഒരു വിധത്തിലും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുകയില്ല എന്ന് തോന്നത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോഴും അവിടെ എസെക്കിയേൽ പ്രവാചകൻ്റെ ഏകദേശം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു അറ്റത്തേക്ക് എത്തിക്കാണും. ഇനിയിപ്പം എല്ലാം തീർന്നു, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ ചൊല്ലിട്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. അത് നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറായാൽ മതി. അസാധ്യമായിരിക്കുന്നതിനെ സാധ്യമാക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ തന്നെയാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഇംപോസിബിൾ എന്നൊരു വാക്കില്ലെന്ന് നമുക്കറിയാം. ഐ എം എന്നുള്ളത് മാത്രം അവിടെ ഇല്ലാത്തുള്ളൂ, ദൈവത്തിന് പോസിബിൾ മാത്രമേ ഉള്ളൂ. നമുക്കാണ് ഇംപോസിബിൾ, സ്തോത്രം. പക്ഷേ ദൈവത്തിന് എല്ലാം പോസിബിളാണ്. ദൈവം പറഞ്ഞു ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദിയും അനന്തവും ഞാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അസാധ്യമായി ഒന്നുമില്ല, ഞാനാകുന്നു എന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന, തന്നെ സ്വയം ഒന്ന് പുകഴ്ത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ തയ്യാറാണോ? ആമേൻ. ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ നാളുകളായി ശ്രമിച്ച ചില വിഷയങ്ങൾക്ക് ഈ ദിവസങ്ങളിലും മറുപടി കിട്ടിയിട്ടില്ല, എനിക്ക് ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന, ഇനിയിപ്പം അതിൻ്റെ മേൽ ഫുൾ സ്റ്റോപ്പായി, ഇനിയിപ്പം ആ നടക്കത്തില്ല, അത് ഏകദേശം മരിച്ച അവസ്ഥയിലായി എന്ന് ചിന്തിക്കുന്ന തലങ്ങളിലായിരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിലും എന്നെ ഒരു അത്ഭുത വിഷയമാക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ബൈബിള് എടുത്തു നോക്കിയാൽ ബൈബിള് അത്ഭുതങ്ങളുടെ പുസ്തകം തന്നെയാണ്. ബൈബിളിൻ്റെ അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. ഇംപോസിബിൾ ഗോഡിനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവത്തെയാണ് ബൈബിൾ വരച്ച് കാണിക്കുന്നത്. ജനസിസ് തുടങ്ങുമ്പോൾ തന്നെ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇംപോസിബിൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ശൂന്യമായിരിക്കുന്ന അവസ്ഥയിൽ, ഭൂമി ശൂന്യവും ഭാഴമായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനം അവിടെ കടന്നു വന്നപ്പോൾ അവിടെ ചിലത് ഉണ്ടായി വന്നുവെങ്കിൽ, ചിലതിന് രൂപവും ഭാവവും വന്നെങ്കിൽ, ഇന്ന് വിശ്വാസപ്പെടണം, എൻ്റെ ജീവിതത്തിൽ ചില മണ്ഡലങ്ങളിൽ രൂപവും ഭാവവും ഇല്ലാതിരിക്കുമ്പോൾ, ചിലതൊക്കെ ഈ ദിവസങ്ങളും തീർന്നുവെന്ന് ചിന്തിക്കുന്ന തലങ്ങളിലായിരിക്കുമ്പോൾ അതിൻ്റെ മേൽ ഈ ദിവസങ്ങളും ചിലതിനെ ഉരുവാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ദൈവിക സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല, ദൈവിക പ്രവർത്തനത്തിന് മാറ്റം വന്നിട്ടില്ല, ദൈവിക പദ്ധതികൾക്ക് മാറ്റം വന്നിട്ടില്ല, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. എന്നും ദൈവത്തിന് ആമേൻ സ്തോത്രം, ദൈവം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അതിനുമേൽ കഥാവ് എന്നും പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവത്തെ തന്നെയാണ്. ബൈബിളിൽ വായിക്കുക, അവൻ ജനസിസ് തുടങ്ങി ഉൽപ്പത്തി മുതൽ അതേ പുറപ്പാട് നോക്കുമ്പോൾ അവൻ ചെങ്കടലിനെ പിളർന്നുകൊണ്ട് അസാധ്യമെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ, ഹല്ലേലൂയ, ഒരിക്കലും ആമേൻ ഒരു കടല് രണ്ടാകത്തില്ല എന്ന് പറഞ്ഞ മണ്ഡലങ്ങളിലും അവിടെ ആ അത്ഭുതത്തെ ചെയ്യുവാൻ തക്ക മരിച്ചവനെ ഉയർപ്പിച്ച ദൈവം, ലാസറിനെ ഉയർപ്പിച്ച ദൈവം, ഹല്ലേലൂയ, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഇന്ന് വരച്ച് കാണിക്കുവാൻ ബൈബിൾ വായിച്ചു നോക്കിയാൽ, വചനം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുഴുവൻ ദൈവപ്രവൃത്തി മുഴുവൻ അസാധ്യങ്ങൾ ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത്. 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കർത്താവിന് ചെയ്യാൻ കഴിയുമെന്നും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഉടവാരമനാധികായി തലമുറയ്ക്കകത്ത് ചിലരെ കർത്താവിൻ്റെ അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ ശബ്ദം ജീവിക്കുന്ന ഒരു ദൈവം, സത്യദൈവം നമ്മുടെ മധ്യമുണ്ടെന്ന് അറിയുവാൻ തക്കവണ്ണം ഈ ദിവസം ഇടയാക്കാൻ കഴിയും
കഴിയുന്ന ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ലാസറിനെ ഉയർപ്പിച്ച അതേ ദൈവം ഈ ദിവസങ്ങളിലും ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുന്ന അതേ ദൈവം ഈ ദിവസങ്ങളും ഗോലിയാത്തിനെ തകർക്കുവാൻ തക്കവണ്ണം ഒരു കല്ലുകൊണ്ട് ആമേൻ അതിനെ കഥാവ് ചെയ്യാൻ തക്കവണ്ണം ഇടയാക്കിയെങ്കിൽ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്ക് അസാധ്യമാണ്. പക്ഷേ ഒറ്റ കാര്യം തിരിച്ചറിഞ്ഞാൽ മതി, ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ ലോജിക്ക് കൊണ്ട് ഇതെങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ദൈവത്തിൻ്റെ ലോജിക്ക് ഓരോ പ്രാവശ്യം വ്യത്യസ്തമാണ്. ദൈവം പ്രവർത്തിക്കുന്ന ഇന്നലെ പ്രവർത്തിച്ച പോലെ ദൈവം ഇന്ന് പ്രവർത്തിക്കത്തില്ല. ദൈവം എപ്പോഴും പുതിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിനും എൻ്റെ ദൈവം പുതിയ ഒരു തലത്തിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിശ്വാസത വേണം. ഇന്നലകളിൽ പ്രവർത്തിച്ചതുപോലെയല്ല എൻ്റെ ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. നാളുകൾ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് ഇന്ന് പ്രവർത്തിച്ചതുപോലെയല്ല. ഈ ദിവസങ്ങളിലും എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത തലങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, ഹല്ലേലൂയ, ഞാൻ ചിന്തിക്കാത്ത തലങ്ങളോടെ ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ മതി യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്ര. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഇന്ന് സ്വർഗത്തിന് മേലും വാഴുന്നവൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ ജനനം തന്നെ ഒരു അത്ഭുതമായിരുന്നു. ഹല്ലേലൂയ. നോക്കുക, ഇംപോസിബിലിറ്റിക്ക് മുമ്പിലാണ് യേശു ജനിച്ചു, യേശു മരിച്ചതും ഇംപോസിബിലിറ്റി, യേശു ഉയർത്തെഴുന്നേറ്റതും ഇംപോസിബിൾ ആയിരിക്കുന്ന സിറ്റുവേഷനകത്താണ്. അങ്ങനെയാണ് ഇംപോസിബിലിറ്റിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന പോസിബിളാക്കി മാറ്റാൻ കഴിയുന്ന സർവശക്തനെ തന്നെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഇന്നും മാറ്റം വന്നിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം മാറും, പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം മാറത്തില്ല. നമുക്ക് ചില നന്മയൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ സ്വഭാവം മാറി നിൽക്കും. ഒരുപക്ഷെ നമുക്ക് ചില കഷ്ടങ്ങൾ വന്നാൽ നമ്മുടെ സ്വഭാവം മാറി നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല. അവൻ അനന്യനായി, അജയനായി, സർവശക്തനായി, വിശ്വസ്തനായി. യെസ്, ദൈവം ഇന്നും തുടരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ചുറ്റുവട്ടങ്ങളിലോ നമ്മുടെ ജീവിതത്തിൻ്റെ മേലോ ഒരുപക്ഷേ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷയത്തെ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഞാൻ ചില വിഷയങ്ങൾ കാണുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് അസാധ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആമേൻ വ്യക്തിപരമായ ജീവിതത്തിൽ, ഹല്ലേലൂയ, കുടുംബ ജീവിതത്തിനകത്ത് കുടുംബ ജീവിത ആത്മീയ മണ്ഡലങ്ങളിൽ സഭയുടെ വിഷയങ്ങളുടെ മേൽ അസാധ്യമായിട്ട് എന്ന് കാണുന്ന ആ വിഷയത്തെ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറ, കർത്താവേ, ഞാൻ ചിന്തിക്കുന്ന തലങ്ങളിലല്ല അവിടുന്ന് പ്രവർത്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്ന സമയത്തല്ല ദൈവം കടന്നു വരുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം സമയമാകുമ്പോൾ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, അതിനെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, അതിനുമേൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടും. മനുഷ്യപുത്ര എന്നാണ് ദൈവം ചോദിക്കുന്നത്. യേശുക്രിസ്തുവിനെ മനുഷ്യപുത്ര എന്ന് വിളിക്കുന്നുണ്ട്, ദൈവപുത്ര എന്നും വിളിക്കുന്നുണ്ട്. മനുഷ്യപുത്ര എന്ന എസെക്കിയേലിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ കാരണം മറ്റൊന്നുപോലെ മനുഷ്യന് പരിമിതിയുണ്ട്. എസെക്കിയേൽ, എനിക്കറിയാം നിനക്ക് പരിമിതികളുണ്ടെന്ന്. എസെക്കിയേൽ, എനിക്കറിയാം നിൻ്റെ വിശ്വാസം പലപ്പോഴും ക്ഷയിച്ചു പോകുമെന്ന്. എനിക്കറിയാം നീ ബലഹീനനാണെന്ന്. പക്ഷേ നീ ബലഹീനായിരിക്കുമ്പോഴും നിന്നെ ബലപ്പെടുത്തുവാൻ എനിക്ക് കഴിയും. നീ വിശ്വസിക്കാൻ തയ്യാറാണോ എസെക്കിയേലേ? ആമേൻ. നിൻ്റെ ബലഹീനതകളിൽ നിന്നെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരുവൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് എസെക്കിയേലേ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ശക്തി കേന്ദ്രമാക്കി ഈ ദിവസങ്ങളിലോ ഹല്ലേലൂയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരു മുഖാന്തരമാക്കി ഹല്ലേലൂയ നമ്മളെ മാറ്റാൻ കഴിയുന്ന ഒരു സർവശക്തൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്നും കർത്താവ് നമ്മുടെ കൂടെയുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഇന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തനെ തന്നെയാണ് ആരാധിക്കുന്നത്. എസെക്കിയേൽ എന്ന അർത്ഥം സ്ട്രെങ്തൻഡ് ബൈ ഗോഡ് എന്ന എസെക്കിയേലിൻ്റെ അർത്ഥം ഹല്ലേലൂയ ദൈവം ബലപ്പെടുത്തിയെന്ന് എന്ന് പറഞ്ഞാൽ ഫ്രെയിലാണ്, ശക്തിയില്ല. ഗിദെയോന് വലിയ ബലമൊന്നുമില്ല. പക്ഷെ ദൈവം ഒരുവനെ ശക്തിപ്പെടുത്തിയാൽ, ദൈവം ഒരുവനെ മേൽ പ്രവർത്തനം തുടങ്ങിയാൽ ഒരു ശത്രുക്കും ഒരു ശത്രുവിനും ഒരു പൈശാചിക മണ്ഡലത്തിനും അല്ലെങ്കിൽ ഒരു ദുരാത്മ പോരാട്ടങ്ങൾക്ക് ആമേൻ ജയമെടുക്കാൻ കഴിയത്തില്ല. ഇന്ന് ആമേൻ ശരീരം ബലഹീനമാണെങ്കിൽ ഏറ്റെടുപ്പിച്ചിട്ട് പറയാം, ഞാൻ ബലഹീന കർത്താവേ, എൻ്റെ പലപ്പോഴും മനസ്സ് ബലഹീനമായി പോകുന്നു, എൻ്റെ ആത്മാവ് ബലഹീനമായി പോകുന്നു. പക്ഷേ എന്നെ ബലപ്പെടുത്താൻ കഴിയുന്ന, എന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുന്ന, എന്നെ സ്ട്രെയിറ്റൻ ചെയ്യാൻ കഴിയുന്ന, എൻ്റെ തല ഉയർത്താൻ കഴിയുന്ന ഒരു സർവശക്തൻ എൻ്റെ ജീവിതത്തിന് മേൽ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലും അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം അസാധ്യങ്ങളെ നോക്കി
നോക്കിയിട്ടാണ് ദൈവം പ്രവാചകനോട് ചോദിക്കുന്നത്, ഇത് സാധിക്കുമോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇമ്പോസിബിലിറ്റിയെ തന്നെ കാണിക്കുന്നത്, ഇല്ലാത്തത് ആമേൻ അത് നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ, വല്ലാതെ ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളുടെ മുമ്പിൽ, ഒരു അസ്ഥി താഴ്വാരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ നോക്കിയിട്ട് എസെക്കിയലിനോട് ചോദിക്കുക, എസെക്കിയലേ ഇത് ജീവിക്കുമോ? ദൈവമല്ല ഉത്തരം പറയുന്നത്, എസെക്കിയലാണ് ഉത്തരം ചോദിക്കുന്നത്. എന്നും നമ്മളോടാണ് കർത്താവ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ അതിനൊരു ഉത്തരം കൊടുക്കാൻ തയ്യാറാകും? അത് നടക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞാൽ സ്തോത്രം, നമ്മുടെ ഒരു വിശ്വാസത്തോട് കയറാനാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം ഒരിക്കലും ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് പ്രവർത്തിക്കത്തില്ല. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ്. ദൈവത്തിനൊരു ശരീരം ആവശ്യമുണ്ട്, ദൈവത്തിന് വ്യക്തി ജീവിതങ്ങൾ, ദൈവത്തിൻ്റെ നീതിയാണത്. ആമേൻ. ദൈവം ഈ ദിവസങ്ങളിലും ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ ഈ ദിവസം വിശ്വാസം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്ന, മുൻവിധികളില്ലാതെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്ന ജീവിതങ്ങളുടെ മേൽ ഇന്നും ഒരു അത്ഭുതം ചെയ്യുവാൻ, അസാധ്യമായിരിക്കുന്നതിനെ സാധ്യമാക്കാൻ കഴിയുമെന്ന് ഇന്ന് കർത്താവ് എസെക്കിയലിനോട് ചോദിക്കുമ്പോൾ എസെക്കിയൽ പറയുകയാണ്, നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ നിനക്കറിയാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല, നീ സകലതും അറിയുന്നു. ഇനി എന്തായി തീരുമെന്ന് നിനക്കറിയാം. നീ അങ്ങ് പറഞ്ഞ വാഗ്ദത്തമാണ്, അത് അവിടുന്ന് ചെയ്യും. പക്ഷേ എനിക്ക് എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. അവൻ ഭൂമിയെ ഉരുവാക്കി കൊണ്ടുവന്നാൻ അവിടുന്നാണ്. ഈ ദിവസങ്ങളും ചിലതിനെ പുതുതായി സൃഷ്ടിക്കാൻ കഴിയുന്ന അവിടുന്നാണ്. സകലതും അറിയുന്നു. എനിക്ക് കഴിയത്തില്ല, പക്ഷേ കർത്താവേ അവിടത്തേക്ക് കഴിയും. ഹല്ലേലൂയ. നീ സകലതും അറിയുന്നത്, ഇൻഫിനിറ്റ് നോളജ്. ആമേൻ. പൂർണ്ണമായ ജ്ഞാനം, ദൈവത്തിൻ്റെ സ്വർഗീയ ജ്ഞാനമുള്ളവൻ ദൈവമാണ്. ഹല്ലേലൂയ. ഏത് വിഷയമാണെങ്കിലും ഇന്ന് കൂടിക്കഴിയാത്ത ഏത് വിഷയമാണെങ്കിലും ഉത്തരം കിട്ടാത്ത വിഷയങ്ങളാണെങ്കിലും അതിൻ്റെ മേലുള്ളൊരു സൊല്യൂഷനെ കർത്താവിൻ്റെ ദൈവിക ദിവ്യ ജ്ഞാനത്താൽ കർത്താവിന് പകരാൻ കഴിയും. സ്തോത്രം. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ തക്കവണ്ണം. അപ്പോൾ എസെക്കിയേൽ പ്രവാചകന് ഒരു ദൈവപ്രവൃത്തി, ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ദർശനം, അല്ലെങ്കിൽ നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അസാധ്യത നമ്മുടെ മുമ്പിൽ സാധ്യതകളായി മാറുകയുള്ളൂ. ഹല്ലേലൂയ. ഈ എസെക്കിയേൽ പ്രവാചകന് ദർശനം കാണുന്ന വ്യക്തിയായിരുന്നു. നമ്മൾ പലപ്പോഴും ദർശനം കണ്ടാലും നമുക്ക് പലരും മനസ്സിലാകത്തില്ല. പക്ഷേ ദൈവം നമുക്ക് പലപ്പോഴും ദർശനങ്ങൾ തരാറുണ്ട്. പക്ഷേ ദർശനമുണ്ട്, സ്വപ്നമുണ്ട്. ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. ഈ ദിവസങ്ങളും പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് ഒരു പക്ഷേ ഒരു ദർശനത്തിലൂടെ ദൈവം ഇടപെടും നമ്മളോട്. അപ്പോൾ 1-ാം അധ്യായത്തിൽ, എസെക്കിയേൽ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തന്നെ തുടങ്ങുന്നൊരു ദർശനത്തിലൂടെയാണ്. അപ്പോൾ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഡേറ്റ് വരെ കുറിച്ചിട്ടുണ്ട്. 5-ാം തീയതി 4-ാം മാസം, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 5-ാം തീയതി 30-ാം വർഷത്തിൽ അദ്ദേഹം ഒരു ദർശനം കണ്ടതായിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഏകദേശം 7 ദർശനങ്ങൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് എസെക്കിയേൽ പ്രവാചകനെ ദൈവം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും അവരിലൂടെ തന്നെ പുറത്തുള്ളതും മറ്റുള്ളവരുടെ ജീവിതത്തിലുമുള്ള അസാധ്യതകളെ നമ്മളുടെ ദൈവത്തിന് മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരു ശക്തി കേന്ദ്രമാക്കി എന്നെ മാറ്റാൻ കഴിയുമെങ്കിൽ, എന്നിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ, എന്നിലൂടെ ദേശം വിടുവിക്കപ്പെടുവാൻ, എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ ഉള്ളവർ വിടുവിക്കപ്പെടുവാൻ, ഈ ദിവസങ്ങൾ ഞാൻ മാത്രമല്ല അനേകർ കർത്താവിന് മുമ്പിൽ ഈ ദിവസങ്ങൾ മുട്ടുമടക്കുവാൻ തക്കവണ്ണം, സത്യദൈവത്തെ അനേകർ അറിയുവാൻ തക്കവണ്ണം, അനേകർ രക്ഷയിലേക്ക് കടന്നു വരിക മാത്രമല്ല, അനേകർ ജീവിതങ്ങൾക്ക് ആശ്വാസമായി മാറുവാൻ, അനേകരുടെ ജീവിതത്തിന് ഞാൻ ഒരു നറുവാസനയായി മാറുവാൻ, ഞാൻ ഒരു അനുഗ്രഹമായി മാറുവാൻ എൻ്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസത്തോടെ പറയണം, ശത്രുവെ നീ ജയമെടുക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ ഒരു അത്ഭുതമാശയമാക്കി മാറ്റും. എൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം, എന്നാലും സ്തോത്രം, മാനസികമായി ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം. പക്ഷേ ശത്രു എപ്പോഴും ക്ഷീണിപ്പിക്കാൻ നോക്കും കേട്ടോ. പക്ഷേ ഇന്ന് വിശ്വാസം പറഞ്ഞ എസെക്കിയേലെ ദൈവം എസെക്കിയേലെ നിവർന്ന് നിൽക്കുമാറാക്കുകയാണ്. ദൈവം ഒരു ശക്തി എസെക്കിയേലിന്റെ മേൽ പകരുകയാണ്. ഇന്ന് ശക്തിയില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഒട്ട് കഷ്ണം പോലെ ആയി തീർന്നാലും എന്നെ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റുവാൻ, എന്നെ ഒരു ഡുനാമൈറ്റ് പവറിനാൽ നിറയ്ക്കുവാൻ ഹല്ലേലൂയ എന്ന് കഴിയുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചവർ പറ, എൻ്റെ ഈ ശരീരത്ത് ദൈവശക്തിയല്ല, ഞാൻ മനുഷ്യപുത്രനാ, പക്ഷേ ദൈവശക്തി എൻ്റെ മേൽ ഇറങ്ങിയാൽ ഹല്ലേലൂയ സ്തോത്രം, ഞാനല്ല പ്രവർത്തിക്കാൻ പോകുന്നത്, ദൈവമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ
പോകുന്നത്. അതിനു മുമ്പിൽ ഒരു പൈശാചിക ശക്തികൾക്കും ഈ ദിവസങ്ങളിൽ കടന്നു വരുവാൻ സാധിക്കുകയില്ല. ദൈവശക്തിക്ക് മുമ്പിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കുമെന്ന് ദൈവം ചോദിക്കുക. ഹല്ലേലൂയ. അവിടെ അതിൻ്റെ എസെക്കിയേൽ പ്രവാചകൻ സ്വർഗീയമായ സ്വർഗാരൂപികളെ കാണുന്ന ദർശനം നമ്മൾ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചില കാര്യങ്ങളൊരു അറിവിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു ഭാഗത്ത് ഒരു പുതിയ ആത്മീയമായിട്ടും ഭൗതികമായ വിഷയത്തിൻ്റെ മേലും ഒരു ദർശനമുള്ള വ്യക്തിയായിരുന്നു എസെക്കിയേൽ. അപ്പോൾ ഒരു പുതിയ ആലയം എസെക്കിയേൽ കാണുന്നുണ്ട്. 40-ാം അധ്യായത്തിൽ ഇസ്രായേൽ എഫ്രായിമും ഒന്നായി തീരുന്ന ഒരു ദർശനം എസെക്കിയേൽ കാണുകയാണ്. അപ്പോൾ അനേകരുടെ ജീവിതത്തിൽ ഈ ദിവസം ദൈവസഭകൾക്കുള്ളിലുള്ള ഡിസ്യൂണിറ്റി മാറുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ഒരു ദർശനമുള്ളവരുണ്ടെങ്കിൽ, കുടുംബത്തിനകത്തുള്ള ഈ ദിവസം ഡിസ്യൂണിറ്റികളുണ്ടെങ്കിൽ അത് മാറുവാൻ തക്കം ദർശനമുള്ളവരുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ മേലെ ഈ ദിവസങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ പോകും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് മാത്രം ദൈവകരങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ അസാധ്യമെന്ന് ശത്രു പറഞ്ഞിട്ടിരിക്കുന്ന മണ്ഡലമാണ്. ശത്രു അടച്ചിട്ടിരിക്കുകയാണ്, ശത്രു കുഴിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ പുറത്തു കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിലും കർത്താവിന് കഴിയും. അത് മാത്രമല്ല 1000 വർഷം വാഴ്ചയെപ്പറ്റി ഒരു ദർശനം എസെക്കിയേലിന് 44-ാം അധ്യായത്തിൽ ദൈവം കൊടുക്കുന്നുണ്ട്. 47-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ മടങ്ങി വന്ന് താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയുള്ള ദർശനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയമായ ദർശനവും ഭൗതികമായ ദർശനവും ഉള്ള വ്യക്തിയായിരുന്നു എസെക്കിയേൽ പ്രവാചകൻ. നമ്മുടെ ഭൗതികമായും ആത്മീയമായിട്ടുമുള്ള ദർശനങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ഇസ്രായേലിനെ ദൈവം മടക്കിക്കൊണ്ടിരുന്നതായിട്ടും ദർശനം കൊടുക്കുന്നുണ്ട്. ദൈവം ജനത്തിന് മധ്യേ വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനെ തടുക്കുവാൻ എപ്പോഴും ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് വിശ്വാസികൾ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും അത് കടന്നു വരും. അല്ലെങ്കിൽ വചനം പറയുന്ന ഞാനാണെങ്കിലും അനേക സ്ഥലത്തുള്ള ദൈവദാസന്മാരും ദൈവമക്കളുടെ ജീവിതത്തിലും മടുത്തു പോകുന്ന അനുഭവങ്ങളുടെ ജീവിതത്തിൽ വരും. മടുപ്പ് കൊണ്ടിരുന്നത് പൈശാചിക മണ്ഡലമാണ്. അത് ശത്രുവിൻ്റെ ഒരു പദ്ധതിയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ മടുപ്പ് കൊണ്ടുവരും, വചനം ധ്യാനിക്കാൻ മടുപ്പ് കൊണ്ടുവരും, സഭയിൽ പോകാൻ മടുപ്പ് കൊണ്ടുവരും. തോന്നാം. കാരണം ഒരത്ഭുതം കർത്താവ് ചെയ്യാൻ പോവാം, ഒരു ദൈവപ്രവൃത്തി ജീവിതമായി വെളിപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കും. റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം. ആഫ്രിക്കയ്ക്ക് വേണ്ടി അദ്ദേഹം ആഫ്രിക്കയുടെ പ്രവാചകനായിരുന്നു. ആഫ്രിക്കയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക മുതൽ കൈറോ വരെ ഉള്ള ആഫ്രിക്കയിലുള്ള ജനം മുഴുവൻ കർത്താവിനെ അറിയുന്ന തക്കവണ്ണം ഇടയാക്കാമെന്നൊരു ദർശനം റെയ്നാഡ് ബോങ്കയുടെ ഉള്ളിൽ കർത്താവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പോയിട്ട് അവിടെ പോയി ശുശ്രൂഷിക്കുമ്പോൾ ഏകദേശം എനിക്ക് 7 വർഷത്തിലധികം അദ്ദേഹം ഒരു സഭ തുടങ്ങിയിട്ട് ആകെപ്പാടെ 10-15 പേരെ വന്നുള്ളൂ. പക്ഷേ അവസാനമായപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ പെട്ടി മടക്കാമെന്ന് ചോദിച്ചു. അദ്ദേഹം പെട്ടിയൊക്കെ റെഡിയാക്കി ഞാൻ തിരിച്ചു പോകാൻ റെഡിയായി കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവം ഒരു സ്വപ്നം കാണിച്ചു. ആഫ്രിക്കയുടെ ഒരു ഭൂപടം നമുക്കറിയാമായിരിക്കും. ആഫ്രിക്കയുടെ ഭൂപടം കൊടുത്തിട്ട് അതിൻ്റെ മുകൾ മുതൽ താഴെ വരെ യേശുവിൻ്റെ രക്തം ഒഴുകുന്നതായിട്ട് ദർശനം കൊടുത്തു. ഹല്ലേലൂയ. അന്ന് ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ഹല്ലേലൂയ അനേക ആത്മാക്കൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകും. എനിക്കതിന് മറ്റൊരു റെയ്നാഡ് ബോങ്കയെ ദൈവം എഴുന്നേൽപ്പിച്ചേനെ. അദ്ദേഹം അന്ന് രാത്രി തീരുമാനമെടുത്തു, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കാൻ പോവുകയാണ്, ഞാനിവിടെ നിൽക്കാൻ പോവുകയാണ്. ശത്രു എൻ്റെ മേലെ എത്ര ശക്തമായി എനിക്ക് നേരെ ഉയർത്തിയ വെല്ലുവിളികളുണ്ടെങ്കിൽ, എനിക്കൊരു ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് ദർശനം തന്നതെങ്കിൽ ലക്ഷങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഓടി വരുവാൻ തക്കോണം ശക്തനായ ഒരു പോരാളിയാക്കി ദൈവം കരങ്ങൾ ഉപയോഗിക്കാൻ ഇടയാക്കിയെങ്കിൽ സ്വതം ഈ ദിവസങ്ങളിലും നമ്മൾ മടുത്തു പോകരുത്. മടുപ്പ് കൊണ്ടിരുന്ന പൈശാചിക മണ്ഡലമാണ്. നമ്മളെ മടുപ്പിക്കുന്ന ഏതെങ്കിലും തലമുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ മേൽ നമുക്കൊരു ജയമൊക്കെ മുന്നോട്ട് പോവുക. മറ്റൊന്നും സ്വതന്ത്രം മുന്നോട്ടില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ പോവുകയാണ്. കർത്താവ് ദർശനമുള്ള കർത്താവിൻ്റെ ദർശനം ഭൂമി മുഴുവൻ, ഭൂമിയുടെ അറ്റം വരേക്കും ഞാൻ നിങ്ങളെ സാക്ഷികളാക്കി മാറ്റുമെന്നുള്ളതാണ് യേശു ക്രിസ്തുവിന് ദൈവസഭയെ പറ്റിയുള്ള ദൈവീക ദർശനം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ
ഈ ദിവസം അനേകർ രക്ഷിക്കപ്പെടുവാനുണ്ട്. അവരെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കുവാനായിട്ട് നോക്കിയാൽ ഏകദേശം മരിച്ച അവസ്ഥയാണ്. ചിലപ്പോഴൊക്കെ കാണുമ്പോൾ അവർക്കിത് മരിച്ച അസ്ഥിയാണ്, മിക്കവാറും എഴുന്നേക്കത്തില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആരും ഉണ്ടോ? ആമേൻ. അനേക പ്രാവശ്യം വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തവരുണ്ട്. ചിലരുടെ നമ്മുടെ ഭൗതിക മണ്ഡലം നമ്മുടെ ആത്മീയ ജീവിതത്തിലായിരിക്കാം ഈ ദിവസങ്ങളിലും ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാനുണ്ടായിരിക്കാം. ഒരുപക്ഷെ പലരും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവസഭകൾക്കുള്ളിൽ ആ പഴയ പോലുള്ള വിശുദ്ധിയിലുള്ള ദൈവിക ആരാധന വെളിപ്പെടുവാൻ. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ത്യ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, നടക്കത്തില്ലെന്നും അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് മുമ്പിൽ ദൈവത്തിൻ്റെതായ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ദൈവം ആക്ച്വലി എൻ്റെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കേണ്ടതാണ്, എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ദൈവവചനപ്രകാരം അതിൻ്റെ പൂർത്തീകരണങ്ങൾ നടക്കേണ്ടതാണ്. പക്ഷേ അത് നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഈ ദിവസങ്ങളിലും ഒരു വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിലും ദൈവം തന്നെ പ്രവൃത്തി അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇവിടെയാക്കും. ഒരു കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാണോ, ഒരു വില കൊടുക്കാൻ തയ്യാറാണോ, ഒരു ക്യാരക്ടർ കഥാവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുന്നുവെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ലെവലിനൊരു മാറ്റം വരുന്നുവെങ്കിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയാകും. അപ്പോൾ എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ചോദിക്കാൻ, അസ്ഥികൾ ജീവിക്കുമോ എസെക്കിയേലേ? ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരു ഗതി പറഞ്ഞാൽ ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവത്തിൽ ആയിരിക്കുമ്പോൾ പലപ്പോഴും പലരും ഞാൻ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടും അവർക്കറിയാം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവിക വചനമാണ്, ദൈവിക വാഗ്ദത്തമാണ്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ പറയും ഇനിയിപ്പം നടക്കും തോന്നുന്നില്ല. അങ്ങനെ പലരും പറയാം ഇനിയിപ്പം നടക്കും തോന്നുന്നില്ല. പക്ഷേ ഇന്ന് പറയുന്നു നടത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. മടുത്തു പോകരുത്. ഇന്ന് വിശ്വാസയുടെ വിഷയത്തെ നോക്കി പറയണം, എനിക്ക് അസാധ്യമാണ്, എൻ്റെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ അസാധ്യമാണ്, പക്ഷേ ദൈവത്താൽ സാധ്യമാണ്. ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ. കരങ്ങൾ ഉയർത്തിയ കഥാവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി കഥാവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മനുഷ്യൻ എന്നെ പറ്റി എന്ത് പറയുന്നുള്ള, ദൈവം നമ്മളെ പറ്റി എന്ത് പറയുന്നുള്ളതിൻ്റെ കാര്യം. ആമേൻ. ഒരു ഏലിയാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും ഏലിയാവിനെ മാനസികമായി തളർത്തിക്കളയുന്ന അനുഭവങ്ങൾ, ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുമ്പിൽ ഭയം കൊണ്ടുവന്നിട്ട്, പലപ്പോഴും ഭയം നമ്മുടെ ജീവിതത്തിൽ ആ ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി വ്യാപരിക്കും. ഹല്ലേലൂയ. ഭയത്തിന് നേരെ ഓപ്പോസിറ്റാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭയത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കുറുക്കൻ കയറിയാൽ ഈ മതിലിടിഞ്ഞു വീഴുമെന്ന് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നെഹമ്യാവ് ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഇത് നടക്കത്തില്ല, ഒരു കുറുക്കൻ കയറിയാൽ ഇത് വീഴും. അവർ ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ചണ്ടിക്കൂമ്പാരങ്ങളുള്ള കല്ലുകൾ ജീവിക്കുമോ? ചണ്ടിക്കൂമ്പാരത്തിനകത്തുള്ള കല്ല് ജീവിക്കുമോ? പക്ഷെ നെഹമ്യാവ് നോക്കിയില്ല. നെഹമ്യാവ് തൻ്റെ പണി തുടർന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പണി നിർത്തരുത്. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഈ ദിവസങ്ങൾ നിർത്തരുത്. പ്രാർത്ഥന നിർത്തരുത്. വിശ്വാസത്തിൽ തളർന്നു പോകരുത്. ഈ ദിവസങ്ങളിലും ആവേശത്തോടെ എഴുന്നേൽക്കാൻ തയ്യാറാകുക. കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുക. മുന്നോട്ട് പോകാൻ തയ്യാറാകുക. ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ചണ്ടി കൂമ്പാരങ്ങൾ കിടക്കുന്ന കല്ല്, കത്തിക്കരിഞ്ഞ കല്ലുകൾ, അതിനകത്തുനിന്ന് ഒരു ഉയർപ്പില്ല എന്ന് ശത്രു പറയുന്ന മണ്ഡലങ്ങളിൽ നെഹമ്യാവ് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങുന്ന നെഹമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ മേൽ അതിനകത്തൊരു പണിയെ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ അവരെ നോക്കി നിൽക്കെ തന്നെ ആലയത്തിൻ്റെ മതിലുകളുടെ പണി ദൈവം പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഇടയാക്കിയെങ്കിൽ ഹല്ലേലൂയ.
ഈ ദിവസങ്ങളിലും വിശ്വസിക്കാൻ നമുക്ക് തയ്യാറാകാം. നമ്മൾ ചെയ്യുന്ന ഈ ദിവസങ്ങൾ കഥാവിൻ്റെ വേലയാണെങ്കിലും ആമേൻ, ഇന്ന് കൂട്ടായ്മകളാണെങ്കിലും ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറാകാം. ദൈവമാണ് പണി തുടങ്ങിയെങ്കിൽ ദൈവം പണിയെ പൂർത്തീകരിക്കും. നമ്മളല്ല പൂർത്തീകരിക്കുന്നത്. നിൽക്കാൻ തയ്യാറായ മതി, മുന്നോട്ട് പോകാൻ തയ്യാറായ മതി. കരങ്ങൾ ഈ ദിവസം ആയുധങ്ങൾ എടുക്കാൻ തയ്യാറായ മതി. ദൈവത്തിൻ്റെ കരം അതിൻ്റെ മേലിരിക്കാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അപ്പോൾ പല പ്രാവശ്യം ചാടിയിട്ടും കുറുക്കന് ആമേൻ മുന്തിരിപ്പഴം കിട്ടാതിരുന്നപ്പോൾ കുറുക്കൻ പറഞ്ഞ് മുന്തിരിപ്പഴം പുളിക്കുമെന്ന് പറയും. നമുക്ക് പണ്ട് ഇപ്പോഴും അങ്ങനെ കഥയില്ലെന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ, സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും ചാടിയിട്ടും കിട്ടാതിരിക്കുമ്പോൾ പറയും ഇതിനിപ്പം നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറ്റം പറയുന്നവരുണ്ട്. പക്ഷേ സ്തോത്രം, നമ്മൾ ചാടിയിട്ടുണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ തക്കമുള്ള ശക്തിയെ കർത്താവാരും ഈ ദിവസം മുന്തിരിവള്ളി ആമേൻ, ഈ ദിവസം എൻ്റെ വാഗ്ദത്തത്തെ ഞാൻ പ്രാപിക്കുന്നവനായിരുന്നു. നിന്നാൽ പടക്കൂട്ടത്തെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ മതിലിനെ ചാടി കിടക്കാം. ഓ റാബാശാഥമൗഠമാന കരങ്ങളടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. ഇന്നൊരു ദൈവശക്തിയെ പറഞ്ഞ്, ഇന്നുവരെ പ്രാപിക്കാത്തൊരു ദൈവശക്തിയെ പറഞ്ഞ് ഈ ദിവസങ്ങൾ ചെന്നെത്താൻ പറ്റാത്ത മണ്ഡലങ്ങൾ ഹല്ലേലൂയ, അനേകർ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇന്ന് നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ, ഇനി ഒരു ഉണർവില്ല എന്ന് ചൊല്ലി പറയുന്ന വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളും അതിനെ ചാടിക്കിടക്കുവാൻ തക്കവണ്ണം, അതിനെ ഈ ദിവസങ്ങൾ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ഒരു ദൈവശക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയുടെ മേൽ ഭരപ്പെടട്ടെ. ദൈവശക്തി ഈ ദിവസങ്ങൾ ഭരപ്പെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറയുന്ന കാര്യം, നൂന്റെ മകനായ യോശുവ ദൈവം പറയുന്നുണ്ട്, നീ ബലവും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും, ഞാൻ നിന്നോട് കൂടി ഇരിക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം യോശുവയോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്തോത്രം, നീ അല്ലേ യോശുവയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ ഉറപ്പുള്ളവനായിരിക്കണം. ഉറപ്പാണ്, ഉറപ്പ്. സ്തോത്രം. ഉറപ്പിനെ കെടുത്താൻ, ഉറപ്പിക്കാൻ സമ്മതിക്കാതെ ഉള്ളിലുള്ള ഉറപ്പിനെ ഈ ദിവസങ്ങൾ മാറ്റി അസ്ഥിരപ്പെടുത്തുന്ന ശക്തി കേന്ദ്രങ്ങളുണ്ടെങ്കിൽ ഇന്ന് അതിനെ നോക്കി പറഞ്ഞ, എന്നെ ഉറപ്പിക്കുന്ന പാറയായിരിക്കുന്ന ക്രിസ്തുവിലാണ് ഞാനെങ്കിൽ എൻ്റെ ദൈവം എന്നെ ഉറപ്പിക്കും, എന്നെ അടിസ്ഥാനപ്പെടുത്തും, എന്നെ പണിയും. ഈ ദിവസങ്ങൾ ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിന്മേൽ നീ ഉറപ്പുള്ളവനായിരിക്കണം. നീ വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഭയം പറ്റുന്നത് യോശുവയെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരും. മനുഷ്യൻ ഭയപ്പെടുത്തും, ചുറ്റുവട്ടങ്ങൾ സാഹചര്യങ്ങൾ ഭയപ്പെടുത്തും, മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കി ഭയപ്പെടും. പക്ഷെ നീ ഇപ്പോഴും നീ ഉറപ്പുള്ളവനായിരിക്കണം. കഴിഞ്ഞ നാൾ എന്നെ ദൈവം വിടുവിച്ചെങ്കിൽ ഈ ദിവസങ്ങളിലും ഹല്ലേലൂയ വരുന്ന നാളുകളിലും എൻ്റെ ദൈവം എന്നെ നടത്തുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഉറപ്പുള്ളവരായി നിൽക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ, സ്തോത്രം. 10 ഗോത്രങ്ങൾ പറഞ്ഞു നടക്കത്തില്ല, ഞങ്ങളെപ്പാലും ബലമേറിയവരാണ്, ഞങ്ങൾ അവരുടെ മുമ്പിൽ വിട്ടിൽ പോലെയാണ്. പക്ഷേ ഇല്ല, യോശുവ പറഞ്ഞു, ഞങ്ങൾ ഈ ദിവസങ്ങൾ അതിനെ പിടിച്ചെടുക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണത്, കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ അതേ കാര്യം യോശുവയോട് മോശ പറയുകയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. നമ്മുടെ ധൈര്യത്തെ കെടുത്താൻ ശത്രു നോക്കും. പക്ഷേ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയണം, ഞാൻ തളരത്തില്ല, ഞാൻ മുന്നോട്ട് പോകാൻ, ഞാൻ പിന്നോട്ടല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ തളർന്നിരിക്കാനല്ല, ഈ ദിവസം ഞാൻ എഴുന്നേറ്റ് ഓടുന്ന നാളുകളാക്കി പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാകും. സ്തോത്രം, 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 സ്തോത്രം. മനുഷ്യപുത്ര അസ്ഥി ജീവിക്കുമോ? ഹല്ലേലൂയ. എത്ര പ്രയാസ്തി ജീവിക്കും. നീ അറിയുന്നു കർത്താവേ, നീ അറിയുന്നു, നീ സകലതും അറിയുന്നു, നീ അറിയുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ നീതിയോടെ പ്രവർത്തിച്ച് ഞാൻ ഇത് കഴിഞ്ഞ നാളുകളിൽ ഓടി അധ്വാനിച്ചത് ഒന്നും വൃഥാവാകത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചത് വൃഥാവാകത്തില്ല. നീ എൻ്റെ പ്രാർത്ഥനയെ കേട്ടിട്ടുണ്ട്, നീ അറിയുന്നുണ്ട്, ഞാൻ ഒഴുക്കിയ കണ്ണീര് നീ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എൻ്റെ ദൈവിക ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ ചിലരൊക്കെ കൊണ്ടുപോയിട്ടില്ലേ, അതൊക്കെ ഈ ദിവസങ്ങൾ ദൈവം കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ ഈ ദിവസങ്ങൾ മടങ്ങി വരുന്ന നാളുകൾ കുടുംബത്തിനകത്ത് ഈ ദിവസം ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സകലതും അറിയുന്നു. അത്ര പറയുന്നു, കർത്താവേ നീ എൻ്റെ സകല വിഷയങ്ങളും അവിടെ അറിയുന്നു, എൻ്റെ പിന്നാമ്പുറങ്ങളെ അറിയുന്നു, ഞാൻ കഴിഞ്ഞ കാലം എന്തായിരുന്നുവെന്നും ഞാൻ എന്താണ് വില കൊടുത്തെന്നും അവിടെ നിന്ന് അറിയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ മേൽ നീതിയോടെ എൻ്റെ ദൈവ ഈ ദിവസങ്ങൾ പ്രതിഫലവുമായി കടന്നു വരുന്ന നാളുകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. പലയിടങ്ങളിലായിട്ട്
ആ ഒരു ഉത്തരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ കേൾപ്പിച്ചതുപോലെ അബ്രഹാം കവിണ് വീണ് ചിരിക്കുമ്പോഴും സാറ ഉള്ളിൽ ചിരിക്കുമ്പോഴും ദൈവം അതിനെല്ലാം മറികടന്ന് ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ തയ്യാറായി. ആമേൻ. അപ്പോൾ ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക്, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഹല്ലേലൂയ, എനിക്ക് അസാധ്യമറിയാത്ത, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? മറ്റൊരു ഭാഗത്ത് പറയാം, ദൈവത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമില്ല. സ്തോത്രം. ദൈവത്തിന് ബുദ്ധിമുട്ട് നമുക്ക് ആവശ്യം, ബുദ്ധിമുട്ട് ദൈവത്തിനില്ല. ഹല്ലേലൂയ. എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ ദൈവത്തിന് മാറ്റാൻ കഴിയും. ഞാൻ ബുദ്ധിമുട്ടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ലോജിക്ക് കൊണ്ട് പലരും നോക്കും, ദൈവം എങ്ങനെ ഇത് പ്രവർത്തിക്കും, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇന്ന രീതി ഞാൻ പ്രവർത്തിക്കുന്ന പോലെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? സമയമെടുക്കത്തില്ലേ? പക്ഷേ ദൈവം പ്രവർത്തിക്കുന്ന നമ്മുടെ ലോജിക്ക് അനുസരിച്ചല്ല, ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെതായ വിധങ്ങളാണ്. വളരെ വേഗത്തിൽ തന്നെ വൻ കാര്യങ്ങളെ വളരെ ക്ഷണനേരത്തിൽ തന്നെ എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്, ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എൻ്റെ അവസ്ഥയ്ക്ക് വളരെ വേഗത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ആത്മീയ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ, എൻ്റെ ഭൗതിക മണ്ഡലത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ, എൻ്റെ സാമ്പത്തിക വിഷയങ്ങളിൽ മാറ്റം കൊണ്ടുവരുവാൻ, എൻ്റെ ആത്മീയ മണ്ഡലത്തിൽ എൻ്റെ ശുശ്രൂഷകൾക്കൊരു മാറ്റം കൊണ്ടുവരുവാൻ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവരുവാൻ, എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരുവാൻ ആമേൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ജലദോഷം, ക്യാൻസറും ദൈവത്തിന് ഒരുപോലെ തന്നെയാണ്. ദൈവത്തിന് ഒരു വാക്ക് മതി. ഹല്ലേലൂയ. ഇന്ന് എത്ര മാരകമായ രോഗമാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വചനം വന്നാൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് രോഗശക്തിയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സൗഖ്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, എസെക്കിയേൽ പ്രവാചക പുസ്തകം 37:1 പറയുകയാണ്. ആമേൻ. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, യഹോവയുടെ കൈ എനിക്ക് ഭാരമായി തീർന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വയുടെ നടുവിൽ നിർത്തി. വിഷയത്തിന് നടുക്കുകൊണ്ട് ദൈവം നിർത്തും. വിഷയത്തിന് നടുക്കേണ്ട ദൈവം കൊണ്ട് നിർത്തും. ഹല്ലേലൂയ. ആമേൻ. അവിടെ കത്തുന്ന തീച്ചൂളയ്ക്കുള്ള നേരിട്ടിയായി ആമേൻ തീച്ചൂളുടെ ശക്തി, ആമേൻ, അതിൻ്റെ ശക്തി വർദ്ധിച്ചപ്പോഴും അതിൻ്റെ മധ്യയാണ് ആമേൻ മനുഷ്യപുത്രനെ പോലെ ദൈവപുത്രനെ പോലെ ഒരുവൻ ഇറങ്ങി വരുന്നത്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മുടെ കരം അശക്തമാണ്. നമ്മുടെ കരം കൊണ്ട് നേടാൻ കഴിയുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കരത്തിന് പരിമിതികളില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. നമ്മുടെ ഈ കരം അശക്തമാണ്. നമ്മുടെ കരം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബലം കുറയും. പ്രായം കൂടുമ്പോഴും ഭക്ഷണം കഴിക്കാതിരുന്നാലും ഓടിയാലും പലപ്പോഴും നടന്നു പോയാലും നമ്മുടെ കരം തള്ളും. പക്ഷേ കരം കലരാത്തൊരു കരമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരമാണ്. ആ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമാണെങ്കിൽ ഹല്ലേലൂയ, എന്നെ ബലപ്പെടുത്തുന്ന ദൈവമുണ്ട്. അവിടെ ദൈവം യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. എസെക്കിയേൽ പറയുകയാണ്, എൻ്റെ മേൽ യഹോവയുടെ കരം വന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് കഴിയാത്തത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയണമെങ്കിൽ യഹോവയുടെ കരം എൻ്റെ മേൽ വന്നാൽ എന്നെ നിവർന്ന് നിൽക്കുമാറാക്കും. തല കുനിഞ്ഞു പോകുന്ന അനുഭവങ്ങൾക്ക് മുമ്പിൽ തലയെ ഉയർത്തി ഈ ദിവസങ്ങളിൽ ആമേൻ ഒരു ബലത്തെ പകർന്ന് ഈ ദിവസങ്ങളിലും ആമേൻ ചില അത്ഭുതങ്ങളെ കാണിക്കാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചുകൊണ്ട് താഴ്വി വിഷയത്തിന് നടുവിൽ കൊണ്ട് നിർത്തി ആമേൻ ദൈവത്തിൻ്റെ അവിടെ പറയുന്ന അസ്ഥികൾ കൊണ്ട് അവിടെ നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ കുനിഞ്ഞിരിക്കുന്നവനെ അല്ലെങ്കിൽ വളഞ്ഞിരിക്കുന്നവനെ നേരെയാക്കുന്ന ദൈവമാണ്. ആമേൻ. യേശുവിനെന്ന് നോക്കിക്കുന്ന അതിൻ്റെ അർത്ഥം സ്ട്രെയിറ്റ് ആൻഡ് പണെന്നാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഉപായി എന്നാണ് പറഞ്ഞു കേട്ടോ, ശരിയാണെന്ന് എനിക്കറിയില്ല. സ്വന്തം. പക്ഷേ യാക്കോബിനെ, കുനിഞ്ഞിരിക്കുന്ന വളഞ്ഞിരിക്കുന്ന യാക്കോബിനെ
സ്ട്രെയിറ്റൻ ചെയ്ത് ഒരു യശൂരനാക്കി നേരെ നിർത്തി അവൻ്റെ തലയെ അവൻ ദൈവം കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ അവനൊരു ഇസ്രായേലായി മാറുവാൻ തക്കം ഇടയാക്കിയെങ്കിൽ ഈ ദിവസങ്ങളിലും ഈ ദിവസങ്ങളിലും തല കുനിഞ്ഞു പോകുന്ന അനുഭവങ്ങൾക്കുള്ളിൽ ഈ ദിവസം ഇങ്ങനെ നിവർന്ന് നിർത്തി ദൈവത്തിനൊരു മാനപാത്രമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസപരം ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ വന്നാൽ മാനുഷിക കരം പലതും എൻ്റെ മേൽ വന്നു. യാക്കോബിൻ്റെ മേൽ ദൈവത്തെ മാനുഷിക കരം വന്നു. പക്ഷെ അവിടെ ഒന്നും വിടുതൽ നടന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരം ബെഥേലിൽ ഇറങ്ങി വന്നപ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം ബെഥേലിനകത്ത് ഇറങ്ങി വന്നപ്പോൾ യാക്കോബിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി എന്ന് പറഞ്ഞു, നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുകയാണ്. കഴിഞ്ഞ ആൾ നീ നിന്ന ചുമന്നതിനെ ഞാൻ ദിവസം എടുത്ത് മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ കരം നമ്മുടെ കരം പോലെയല്ല, കാരണം ദൈവം ആത്മാവാകുന്നു. യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാർ തൊട്ട് നോക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, എനിക്ക് കയ്യും കാലും നീ നോക്ക്, ഞാനൊരു സ്പിരിറ്റല്ല, ഞാൻ ഒരു പുതിയ ശരീരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ കരം. ദൈവത്തിൻ്റെ കരമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ കരമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നീട്ടിയ ഭുജവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലുമാണ് ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. നീട്ടിയ ഭുജം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇസ്രായേലിനെ ദൈവം പുറത്തു കൊണ്ടതെങ്കിൽ ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ കരം ഒരു എസെക്കിയേൽ പ്രവാചകനെ തൊട്ടപ്പോൾ എസെക്കിയേൽ പ്രവാചകന് ഭയപ്പെട്ടിരുന്ന മണ്ഡലത്തിലേക്ക് കടന്നു ചെന്ന് ഒരു ദൈവപ്രവൃത്തി കാണുവാൻ തക്കോണം, ചെയ്യുവാൻ തക്കോണം ദൈവം ഒരു ബലത്തെ പകരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗിദെയോനെ നീ നിസാരനിൽ നിന്ന് ചിന്തിക്കരുത്. ദൈവം പറയാണ്, എസെക്കിയേലിനെ വീരപരാക്രമശാലി എന്നല്ലേ വിളിച്ചിരിക്കുന്നത്? പരാക്രമശാലിയെ എന്നാണ് ഗിദെയോനെ വിളിക്കുന്നത്. നമ്മുടെ കണ്ണിൽ നമ്മൾ ചെറുതായിട്ട് തോന്നാം, പക്ഷേ ദൈവത്തിന് നമ്മുടെ ശക്തി വേണ്ട. ദൈവത്തിന് ആവശ്യം നമ്മുടെ സമർപ്പണമാണ്, നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് വലിയ ശക്തിമാന്മാരെയും വേണ്ട, ദൈവത്തിന് വലിയ ബുദ്ധിമാന്മാരെയും വേണ്ട. ദൈവത്തിന് ആവശ്യം സമർപ്പണമുള്ളവരെയാണ്. ദൈവത്തിന് ആവശ്യം സമർപ്പിക്കാൻ തയ്യാറാകുന്നവരെയാണ്. അതിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ ദൈവം തൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ തക്കമാണ്. ദൈവത്തിൻ്റെ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, ഇത് മറ്റൊന്നും കൂടെ ദൈവത്തിൻ്റെ ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം, മലയാളത്തിൽ പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടെന്നാണ്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ്, ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ്, ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ്. സ്വന്തം പൈശാചിക മണ്ഡലങ്ങൾ പുറത്താകണമെങ്കിൽ ദൈവശക്തി, ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ്, the kingdom of God has come. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അതില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടിരുവാൻ തക്കണം ഇടയാകും. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിപ്പാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസം നമ്മൾ ഉയർത്താൻ കഴിയുന്ന ദൈവമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ കടന്നു വരിക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ താണിരിക്കേണ്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എസെക്കിയേൽ പ്രവാചകനും ബൈബിളിലുടനീളം അനേകർ താണിരിക്കുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും. മോശയുടെ ജീവിതത്തിൽ താണിരിക്കുന്ന അനുഭവം വന്നു, യോസേഫിൻ്റെ ജീവിതത്തിൽ താണിരിക്കുന്ന അനുഭവം വന്നു. ഹല്ലേലൂയ. പക്ഷേ ഈ ദിവസങ്ങളിലും നമ്മളെ തന്നെ താഴ്ത്തുവാൻ ദൈവം തന്നിരിക്കുന്ന ആ കരത്തിൻ്റെ കീഴിൽ താണിരിപ്പാൻ തയ്യാറാണെങ്കിൽ തക്ക സമയത്ത് എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ജഡത്തിലൊന്നും ചെയ്യേണ്ട, ദൈവം അവസ്ഥകൾക്കൊരു മാറ്റം കൊണ്ടിരുന്ന സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒരു മിദ്യാനിയ പുരോഹിതൻ്റെ കീഴിൽ, യത്രോയുടെ കീഴിൽ ഒരു മോശ ജോലി ചെയ്യുമ്പോഴോ മോശയെ ദൈവം താഴ്ത്തുകയല്ലായിരുന്നു, മോശയെ ദൈവം പണിയുകയായിരുന്നു. മോശയെ ദൈവം പണിയുകയായിരുന്നു. ദൈവം എന്നെ താഴ്ത്തുന്ന അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസം പറ, എൻ്റെ ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുക, എൻ്റെ ദൈവം എന്നെ ഈ ദിവസങ്ങൾ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എന്നെ ഈ ദിവസങ്ങൾ പണിതെടുത്ത് ഒരു ശക്തി കേന്ദ്രമായി മോശയെ ഈ ദിവസങ്ങളിൽ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളതിനെ ഓർത്ത് ഇന്ന് ദൈവത്തെ എത്ര സ്തോത്രം ചെയ്യും. താഴ്ന്നു പോകുന്ന അനുഭവങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ, ഞെരുങ്ങുന്ന അനുഭവങ്ങൾ, നിന്ദയുടെ അനുഭവങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, കൂത്തുകാഴ്ചയായി
തീരുന്ന അനുഭവങ്ങൾ ഒന്നും ഹല്ലേലൂയ ദൈവത്തിന് തകർക്കുവാനുള്ള പദ്ധതിയല്ല. വിശ്വാസം പറയാം, ദൈവം എന്നെ താഴ്ത്തുകയല്ല, ദൈവം എന്നെ പണിയുകയാണ്. പണി തീർന്നപ്പോൾ മോശ ഭൂമിയിലൊക്കെ ഉള്ളൊക്കെയും ഏറ്റവും എളിമയുള്ളൊരു വ്യക്തിയായി വെളിപ്പെട്ട് വരുമ്പോൾ സ്തോത്രം അതിനനുസരിച്ചുള്ള ഒരു ദൈവ പ്രവൃത്തി മോശയുടെ കരങ്ങളിലൂടെ ദൈവം ചെയ്തെടുക്കുകയാണ്. മോശയുടെ കരമുയർത്തിയാൽ ചെങ്കടൽ മാറും. മോശയുടെ കരമുയർത്തിയാൽ ഹല്ലേലൂയ സ്തോത്രം ഫറവോന്റെ സർപ്പങ്ങളെ അതിനെ വിഴുങ്ങുവാൻ തക്കവണ്ണം ഒരു ദൈവിക അധികാരത്തെ ദൈവം പകരുകയാണ്. എത്രയധികം താഴ്വാൻ തയ്യാറാണോ, എത്രയധികം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ, എത്രയധികം വിശ്വസിക്കാൻ തയ്യാറാണോ, ദൈവത്തിന്റെ മഹത്വം അതിനനുസരിച്ച് ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമിടയാകും. ഹല്ലേലൂയ. മോശയുടെ കരം യോശുവയുടെ മേൽ ഇരുന്നത് കൊണ്ട് യോശുവ ജ്ഞാന സമ്പൂർണനായി തീർന്നു. ആമേൻ. ചിലരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ താഴ്ന്നിരിപ്പാൻ അല്ലെങ്കിൽ നമുക്ക് അധികാരത്തിന് കീഴിൽ അത് എന്തുമാകട്ടെ, സഭയിലായിരിക്കാം, ദേശത്തായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനത്തിനനുസരിച്ച് നമുക്ക് നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ. കുടുംബജീവിതത്തിലായിരിക്കാം, അവിടെയെല്ലാം നമ്മൾ താഴേണ്ട മണ്ഡലങ്ങൾ, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഭർത്താക്കന്മാർക്ക് ദൈവവചനപ്രകാരം കീഴടങ്ങിയിരിക്കുവാൻ തിരുവചനം പറയുമ്പോൾ നമ്മുടെ ജോലി മണ്ഡലങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത് ചിലരാണെങ്കിൽ പലപ്പോഴും വാളെടുക്കുന്ന വെളിച്ചപ്പാടെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഈ കാലഘട്ടങ്ങൾ. പലർക്കും മറ്റുള്ളവരുടെ കീഴിൽ താണ്ടിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് യൂട്യൂബും കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം സകലരും കഥാവിൻ്റെ ആ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നവരേക്കും പലപ്പോഴും അവർക്ക് താഴ്ന്നിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സഭകളിൽ പ്രശ്നം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ദൈവം ഏൽപ്പിച്ച വ്യക്തി ജീവിതങ്ങളുടെ കീഴിൽ കരങ്ങൾക്കുള്ളിൽ താണിരിപ്പാൻ തയ്യാറാണോ? ഒരു തിമോത്തിയോസിനെ എഴുന്നേൽപ്പിച്ച പോലെ, ഒരു ഏലിയാവിൻ്റെ കരം കഴുകിയതുപോലെ ഈ ദിവസങ്ങളിലും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ദൈവം കണ്ടിരിക്കുന്ന സമയത്തോളം ദൈവത്തിൻ്റെ കരത്തിരികിൽ മനുഷ്യ കരങ്ങളല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരമാണെങ്കിൽ, പൈശാചിക വെള്ളത്തിൻ്റെ കരമാണെങ്കിൽ ആ കരത്തെ തകർക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ എൻ്റെ ഉയർച്ചയെ തടുക്കുന്ന ഏതെങ്കിലും ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കരത്തെ തകർക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം എവിടേക്കും. അതല്ല ദൈവത്തിൻ്റെ കരമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിപ്പാൻ തയ്യാറാകുക. ഒരു മെനഞ്ഞ ഒരു പാത്രമാക്കി, ഉടഞ്ഞ പാത്രമല്ല, ഈ ദിവസങ്ങൾ പണിതെടുത്ത പാത്രമാക്കി, ഒരു മാനപാത്രമാക്കി, ഒരു ശുദ്ധീകരിക്കപ്പെട്ട പാത്രമാക്കി ഈ ദിവസങ്ങൾ സമയമാകുമ്പോൾ ആരെല്ലാം താഴ്ത്തിയോടെ മധ്യ ഈ ദിവസം ഉയർത്തി മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ, 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 സ്തോത്രം. ദൈവത്തിന് പണിയണമെങ്കിൽ അല്പസമയം ഒന്ന് സമർപ്പിച്ചു കൊടുക്കണേ. ആമേൻ. പെട്ടെന്ന് എവറഡി ബാറ്ററി എന്നൊക്കെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ഫുഡ് വേണമെന്നല്ല. ഒരു സമയമുണ്ട്. നമ്മളെ പണിതെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ കുശവൻ്റെ കയ്യിൽ അല്പം സമയം കൊടുത്തെങ്കിലേ അതിന് ഷേപ്പ് കിട്ടത്തുള്ളൂ. എനിക്കിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഷേപ്പായി മാറണമെന്ന് പറഞ്ഞ് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആമേൻ നടക്കത്തില്ല. ദൈവമാകുന്ന കുശവൻ്റെ കയ്യിൽ ആമേൻ ഒരു ഷേപ്പാക്കി കർത്താവിനെ ഛായയിലേക്ക് ആമേൻ പ്രതിച്ഛായയിലേക്ക് മാറ്റി അതേ സ്വന്തം ദൈവത്തിൻ്റെ ആമേൻ നമുക്കൊരു ദൈവം ഒരു അനുഗ്രഹം തന്നാൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിന് നിർബന്ധമുണ്ട്. ദൈവം ഒരുവൻ അനുഗ്രഹിക്കാൻ സമയമെടുക്കും, പക്ഷെ ദൈവം അനുഗ്രഹിച്ച ആർക്കും അത് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. അവിടെ എസെക്കിയേലിനോട് ദൈവം പറയുകയാണ്, എസെക്കിയേലേ നീ നിവർന്ന് നിൽക്കണം. 2:1 പറയുകയാണ്, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവനോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എൻ്റെ മേൽ വന്നു. ആമേൻ. അപ്പോൾ ദൈവം പലപ്പോഴും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ നമുക്ക് ചിലതിനോട് പ്രതികരിക്കാൻ കഴിയാതെ ഭയപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ഇന്ന് പകലൊന്ന് പറയണം, കർത്താവേ എൻ്റെ ഭയത്തെ ഒന്ന് മാറ്റണം. ഞാനും പ്രാർത്ഥിക്കുന്ന വിഷയം എനിക്ക് സംസാരിക്കണമെന്ന് സംസാരിപ്പാൻ. ചിലരെ ആമേൻ സായിപ്പനെ കാമം കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മളായിത്തീരുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ചിലരോട് സുവിശേഷം പറയാനുള്ള ധൈര്യമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങൾ ചിലരോട് സത്യം വിളിച്ച് പറയാനുള്ള മടിയുണ്ടെങ്കിൽ, യെസ് നോ പറയേണ്ട അടുത്ത് യെസ് പറയാൻ ഇടയാകുന്ന ഏതെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ഇന്ന് നിവർന്ന് നിൽക്കുവാൻ കഴിയുന്ന ആ ഭയത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവശക്തി ആഴം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് വെളിപ്പെടാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നീ ധൈര്യമുള്ളവനായിരിക്കണം.
നീ ഉറപ്പുള്ളവനായിരിക്കണം. നിന്നെ പിന്നോട്ട് തള്ളുന്ന പൈശാചിക മണ്ഡലത്തെ മുന്നോട്ട് തള്ളി മുന്നോട്ട് പോകുവാൻ ആമേൻ ആവശ്യമായിരിക്കുന്ന ദൈവിക ശക്തിയും ബലവും ധൈര്യവും എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ നിവർന്ന് നിൽക്കുമാറാക്കിയത് പരിശുദ്ധാത്മാവാണ്. തിമോത്തിയോസിനോട് ആമേൻ പൗലോസ് പറയുന്നുണ്ട്, തിമോത്തിയോസേ, നിന്റെ ഉള്ളിൽ ഒരു ടിമിഡിറ്റിയുടെ സ്പിരിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭയത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് തിമോത്തിയോസിൻ്റെ മുഖത്ത് നോക്കി പൗലോസ് പറയുകയാണ്. ഈ ഭയത്തിൻ്റെ ആത്മാവ് കിടക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവപ്രവൃത്തിയും ശുശ്രൂഷയും വെളിപ്പെടത്തില്ല. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടെങ്കിൽ ഇന്ന് കൈവെപ്പിനാൽ ഭരപ്പെട്ടവർ പറയുന്നു, എന്നോട് കൈവെപ്പിനാൽ ഭരപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ ഹല്ലേലൂയ കഥാവ് ബാവേ അവിടെ പറയുകയാണ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. നീ കൈവെപ്പിനാൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ നീ ഉജ്ജ്വലിപ്പിക്കാൻ തയ്യാറാകണം. ആമേൻ, സ്തോത്രം. ശിഷ്യന്മാര് ഭയപ്പെട്ടിരുന്നപ്പോൾ, അവര് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നപ്പോൾ അവര് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഞങ്ങൾക്ക് ധൈര്യം വേണം, ഞങ്ങൾക്ക് ജീവിതത്തെ നേരിടാനുള്ള ധൈര്യം വേണം. ഈ ഹോളിനകത്തല്ല, പുറത്തിറങ്ങുമ്പോഴും ഞങ്ങൾക്കൊരു ധൈര്യം വേണം, ഞങ്ങൾക്കൊരു ഉറപ്പ് വേണം, തളർന്നു പോകുവാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജീവിതത്തിനകത്ത് ഇതിനകത്ത് നിന്ന് പ്രാപിക്കുന്ന ദൈവശക്തി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവകൃപ, അത് ഈ ദിവസങ്ങൾ കുറഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ, അത് വർദ്ധിച്ചു വരുന്ന നാളുകളുണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പൗലോസ് ആമേൻ. ശക്തി വർദ്ധിച്ചു വന്നെങ്കിൽ, യേശുക്രിസ്തു ആത്മാവിനും ശരീരത്തിലും ബലപ്പെട്ടു വന്നുവെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മനുഷ്യനുള്ള ഭയമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ, മനുഷ്യനുള്ള ഭയം എന്നിൽ നിന്ന് മാറ്റണമേ. മനുഷ്യനെ ഈ ദിവസങ്ങളിൽ നിവർന്ന് നിൽക്കുമാറാക്കി ചിലതിനോട് പ്രവചിക്കാൻ തക്കവണ്ണം, യെരമ്യാവേ, ഈ ദിവസങ്ങളിലും നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. യെരമ്യാവിനോട് ദൈവം പറയുന്ന, മനുഷ്യപുത്ര, നീ അവരെ പേടിക്കരുത്. എസെക്കിയേലിന്റെ പുസ്തകം അതിൻ്റെ പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് നീ ഭ്രമിക്കരുത്. ആമേൻ. അവരുടെ നോട്ടം കണ്ട് നീ ഭ്രമിക്കരുത്. ഹല്ലേലൂയ. മനുഷ്യനുള്ള ഭയം ഒരു കെണിയാണ്. പത്രോസിൻ്റെയും യോഹന്നാനെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരായും സാമാന്യമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാൻ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവോട് കൂടി ആയിരുന്നവരെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ ആ ശിഷ്യന്മാർക്ക് വിരുദ്ധമായി ആമേൻ ചിലർ എഴുന്നേറ്റപ്പോൾ, രാജാക്കന്മാരും പ്രഭുക്കന്മാരും എഴുന്നേൽക്കുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് ധൈര്യം, ഞങ്ങൾ പേടിച്ചിരിക്കുക, പക്ഷേ ഞങ്ങൾക്കൊരു ധൈര്യം വേണം, ഞങ്ങൾക്കൊരു ബലം വേണം. പരിശുദ്ധാത്മാവിനെ പകർന്ന്, ഒരു ബലത്തെ പകർന്ന് ദൈവരെ മുന്നോട്ട് നയിക്കുകയാണ്. അല്ലെങ്കിൽ അത്ഭുതത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം, വിശ്വാസത്തിൽ കുറഞ്ഞു പോകാതിരിക്കാം. അവിടെ എസെക്കിയേൽ പ്രവാചകൻ്റെ ആമേൻ വായിലേക്കൊരു സ്ക്രോൾ, ഒരു ചുരുള് ദൈവം കൊടുക്കുന്നുണ്ട്. അതുകൂടെ നമ്മുടെ 1:15 നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. എസെക്കിയേലിൻ്റെ പ്രവാചന പുസ്തകം 3:1 പറയുന്നു, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് നീ സംസാരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം ഈ ദിവസങ്ങൾ നമ്മുടെ ഭക്ഷണമായി തീരുന്നുവെങ്കിൽ അത് പറയുകയാണ്, ആ ചുരുൾ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് പറഞ്ഞു. ഞാനത് തിന്നു, അത് വായിൽ തേൻ പോലെ മധുരമായി. ദൈവത്തിൻ്റെ വചനം തേൻ പോലെ മധുരമായി തീരുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഹാലലൂയ, ഒരു ദൈവിക അധികാരത്തെ, ഒരു ദൈവിക ശക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് പരപ്പെടും. എസെക്കിയേലിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് മുമ്പ്, എസെക്കിയേൽ ഒരു പ്രവചനം പറയുന്നതിന് മുമ്പ്, എസെക്കിയേലിലൂടെ ദൈവിക അധികാരം പകരപ്പെടുന്നതിന് മുമ്പ് എസെക്കിയേലിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനം ധ്യാനിക്കുന്നത് മാറിപ്പോകരുത്. ആമേൻ. എത്രയധികം കഥാവിൻ്റെ വചനത്തിനകത്ത് ഈ ദിവസങ്ങളിൽ സാച്ചുറേറ്റഡ് ആകാൻ കഴിയുന്നു, അത്രയധികം ദൈവവചനത്തിനകത്ത് ആയി തീരുവാൻ തയ്യാറാണോ? അതുകൊണ്ട് തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ നീ ശ്രദ്ധിച്ചിരിക്കാൻ തിമോത്തിയോസേ. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായിട്ടുള്ള നിന്നുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന്
ചെയ്യുന്നതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദൈവവചനത്തിൻ്റെ ധ്യാനം, പ്രബോധനം, ഈ ദിവസങ്ങൾ ദൈവിക കൂട്ടായ്മകൾ ദൈവശക്തിയെ ദൈവജനത്തിൻ്റെ മേൽ പകരുവാൻ തക്കവണ്ണം ഇവിടെയാകും. ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാണോ? ഒരു വില കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. അതിരം ഉദരം നിറയ്ക്കാൻ അതിരം മാത്രമല്ല, ഉദരം ദൈവത്തിൻ്റെ വചനത്താൽ നിറയുവാൻ തക്കവണ്ണം ഇടയാകുന്നുവെങ്കിൽ, വചനം ഒരു ഹല്ലേലൂയ ഒരു മധുരമുള്ള ഒരു തേൻകട്ടയായി തീരുവാൻ ഇടയാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ അതിലൂടെ വരുന്നൊരു ദൈവിക വിശ്വാസമുണ്ട്, അതിലൂടെ പകരപ്പെടുന്ന ദൈവിക ശുദ്ധീകരണമുണ്ട്, അതിലൂടെ പകരപ്പെടുന്ന ഒരു ദൈവിക ഹല്ലേലൂയ വിശ്വാസമുണ്ട്, ഒരു ഉറപ്പുണ്ട്, ഒരു ധൈര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവിടെ എസെക്കിയേൽ പ്രവാചകനെ അസ്ഥി താഴ്വാരങ്ങൾ നിർത്തിയിട്ട് എസെക്കിയേലിനോട് പ്രവചിക്കാൻ പറയുകയാണ്. അപ്പോൾ അവൻ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ പുതുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. ഒരു ഏലിയ പ്രവാചകൻ്റെ പ്രത്യേകത, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, നമ്മളെപ്പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെല്ലാം നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റമുണ്ട്. നമ്മളെപ്പോലെയുള്ള വ്യക്തിയാണ്, നമ്മളെപ്പോലെ ബലഹീനനായിരുന്നു. പലപ്പോഴും അദ്ദേഹം തളർന്നു പോകുന്ന വ്യക്തിയായിരുന്നു. പലപ്പോഴും നിരാശനായി പോകുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ദൈവം എടുത്തുകൊണ്ട് പോകുവാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരത്തോടു കൂടെ എടുക്കപ്പെടാൻ ഇടയാക്കി. എസെക്കിയേലിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയായിരുന്നു. കഥാവിന് വേണ്ടി എരിവുള്ളൊരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥനയിൽ എരിവുള്ളൊരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥനാ ജീവിതത്തെ പുതുക്കാൻ എത്ര പറയുന്ന പ്രാർത്ഥിക്കും, പ്രേയും ഈ ദിവസം ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കൂടുതൽ സമയം കഥാവിനോട് ചേർന്നിരിക്കുന്ന, അതിനനുസരിച്ചാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെടാൻ പോകുന്നത്, ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥനകൾ, കൂട്ടായ്മകൾ ഈ ദിവസങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുക. ഞാൻ വിശ്വസിക്കുന്നു ഒരത്ഭുതം ഇതാ ദൈവസഭകളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവിക മക്കളുടെ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ അഗ്നി കഷ്ണങ്ങളായി, അഗ്നിജ്വാലകളായി, തീജ്വാലകളായി, ഹല്ലേലൂയ നിർവാസനയായി, ഒരു ധൂപയാഗമായി ദൈവസന്നിധിയിലേക്ക് ഉയരാൻ ആത്മാവിലുള്ള പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ കുറയ്ക്കരുത്, കൂട്ടണം. ആ ജഡത്തിലുള്ള പ്രാർത്ഥനകൾ മാറി ആത്മാവിലെ പ്രാർത്ഥനകളായി തീരുവാൻ, ആത്മാവിൻ്റെ ആരാധനകളായി മാറുവാൻ ഈ ദിവസം ആരാധനകൾ ഒരിക്കലും മാറ്റം വരണം. ആരാധനയ്ക്കകത്തൊരു ദൈവപ്രവൃത്തിയിൽ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായ ദൈവിക ആരാധന, സത്യാരാധന നടന്നിടത്ത് പലയിടങ്ങളിൽ ഇല്ലാത്തത് ഉണ്ടായി വന്നിട്ടുണ്ട്. രോഗസൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്, വിടുതലുകൾ നടന്നിട്ടുണ്ട്. അത്ഭുതം വേണം ഈ ദിവസങ്ങളിൽ ആരാധിക്കാൻ തയ്യാറാണ്. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ അവർ ചിന്തിക്കാത്ത തരങ്ങളുടെയാണ് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും ഒരു പുറത്തു വരാൻ യാതൊരു സാധ്യതയില്ലായിരിക്കുമ്പോൾ, ആമേൻ, സകല വാതിലുകളും അടഞ്ഞിരിക്കുമ്പോൾ അതിനകത്തിരുന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരങ്ങൾ യാഗമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന പൗലോസിൻ്റെ ശീലാസിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ആരാധനകൾക്കൊരു മാറ്റം പാട്ടെ. അതേ ഈ ദിവസം അപ്പോസ്തലനായ അവിടെ എസെക്കിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, എസെക്കിയേലേ, നീ അസ്ഥികളോട് പ്രവചിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയമുണ്ട്, അതിനെ പ്രവചിക്കാൻ തുടങ്ങണം. അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വിഷയമാണെങ്കിൽ ഈ ദിവസങ്ങളിലും അതിനോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കാൻ, പറയാൻ, പ്രാർത്ഥിപ്പാൻ, പ്രവചന ദൂതുകളായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ, ആത്മാവിലുള്ള പ്രാർത്ഥനകൾ ആയിത്തീരുവാൻ നമുക്ക് പറഞ്ഞാൽ തീരുന്ന വിഷയമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. യു ഹാവ് ടു പ്രേ ഇൻ ദ സ്പിരിറ്റ്, പ്രേ വിത്ത് ദ സ്പിരിറ്റ്. യു ഹാവ് ടു പ്രേ ഇൻ ദ ടങ്സ്. യു ഹാവ് ടു പ്രേ അറ്റ് ഓൾ ടൈംസ്. You have to pray on your knees. ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ പ്രാർത്ഥനകളുടെ ആഴങ്ങൾ വർദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യത്തെ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനകൾ കയറി ചെല്ലുന്ന നാളുകളാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങൾ, ആരാധനകളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ അടുത്ത തലങ്ങളിലേക്ക് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ഇതാ ഹല്ലേലൂയ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് വരെ കാണാത്ത ചിലത്, ഇന്ന് വരെ കേൾക്കാത്ത ചിലത്, ഇന്ന് വരെ സ്വപ്നം കാണാൻ കഴിയാത്ത ചിലത് ഹല്ലേലൂയ ശ്രദ്ധയോടുകൂടി സഭ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ പ്രത്യേകമായി പറയുന്നു, സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിന് മേൽ ദൂതനെ ദൈവം ഇറക്കി ചിന്തിക്കാത്ത തലങ്ങളിലൂടെ ഒരത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുന്ന ഏലിയാ പറഞ്ഞു, 7-ാം പ്രാവശ്യം നീ പോയി നോക്കിക്കോ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഒരു കൈപ്പത്തി പോലെ ഈ ദിവസങ്ങൾ മഴ വരാൻ പോവുകയാണ്. അതൊരു പ്രവചന ദൂതായിരുന്നു. പരിശുദ്ധാത്മാവുള്ളതിനും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം ഈ ദിവസങ്ങൾ മറുപടികൾ അയക്കും.
ആമേൻ. ഒരു പ്രാർത്ഥനയായി എസെക്കിയേൽ പ്രവാചകന്റെ പ്രാർത്ഥന മാറിയപ്പോൾ സ്തോത്രം, അധികാരത്തിന് ശുശ്രൂഷയായ എസെക്കിയേൽ പ്രവാചകന്റെ അധരങ്ങളോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, അസ്ഥിയോട് കൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ ശക്തി എസെക്കിയേൽ പ്രവാചകന്റെ മേൽ വന്നപ്പോൾ അസ്ഥികൾ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആമേൻ. സ്തോത്രം. അസ്ഥിയോട് ചേർന്നു. ആമേൻ. മറ്റൊരു ഭാഗത്ത് ഈ കാറ്റിനോട് പ്രവചിക്കാൻ പറയുമ്പോൾ ആമേൻ അവിടെ പറയുന്നു അതിൻ്റെ മേൽ ജീവൻ വന്നു. ഈ ദിവസം ആത്മീയ മണ്ഡലങ്ങൾ ദൈവം ഒരു മാറ്റം കൊണ്ടുവരും, ഭൗതിക മണ്ഡലങ്ങൾക്ക് ദൈവം ഒരു മാറ്റം കൊണ്ടുവരും. അസ്ഥി കണ്ട് ഇന്ന് ഭയപ്പെടരുത്. അസ്ഥി താഴ്വാരങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകാം. അതിനു മുമ്പ് ചില പ്രിപ്പറേഷന് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മുട്ടോളം പോരാ കർത്താവേ, അരയോളം പോരാ കർത്താവേ, കഴുത്തോളം പോരാ, നീന്തി തുടിക്കുന്ന ജീവനദിയിലേക്ക് എന്നെ ഈ ദിവസം കരം പിടിച്ചിറക്കണമേ. ദൈവശക്തി ആഴങ്ങളിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം ആമേൻ പലപ്പോഴും നമ്മൾ ആമേൻ ക്ഷീണിച്ചു പോയാലും ഒരു കാര്യം തിരിച്ചു വന്നു, ദൈവത്തിൻ്റെ ശക്തിക്ക് മാറ്റം വന്നിട്ടില്ല. ദൈവം ക്ഷീണിക്കുന്നില്ല, ദൈവം തളർന്നുകയില്ല, ദൈവം മയങ്ങുകയില്ല, ദൈവം ഉറങ്ങുകയില്ല. ഇന്ന് വരെ കൺപോർച്ച് കർത്താവ് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് ഈ ദിവസം ആ ദൈവപ്രവൃത്തിയുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തെ ഈ ദിവസങ്ങളിൽ പുതുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നിന്നേക്കല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ. നിന്നേക്കല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ. ദിനംതോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനംതോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. മായലോകയും തങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മായലോകയും തങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നിന്നേക്കല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ. നിന്നേക്കല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ. ദിനംതോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനംതോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. കാന്തൻ വരവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനം ഒരുക്കണമേ. കാന്തൻ വരവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനം ഒരുക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തനായി ജീവിച്ചിടാൻ തിരുപാതയിൽ നടത്തിടണേ. അന്ത്യത്തോളം വിശ്വസ്തനായി ജീവിച്ചിടാൻ തിരുപാതയിൽ നടത്തിടണേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നിന്നേക്കല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ. നിന്നേക്കല്ലാതെ കടക്കാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ. ദിനംതോറും നീ എന്നിൽ വളരണമേ,
ആരയോളം പോരാ ശക്തി, നിന്നെയല്ലാതെ കാണപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിയിടട്ടെ. നിന്നെയല്ലാതെ കാണപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിയിടട്ടെ. നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. നമ്മുടെ ശാരീരിക മാനസിക തലങ്ങളിൽ കുടുംബത്തിനകത്തുള്ള വിഷയങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ അസാധ്യമായിരിക്കുന്ന എന്ന് നമ്മൾ ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്ര അസാധ്യതകൾ നോക്കി ഇന്ന് ഈ പകൽ ഒന്ന് ഭരണം കർത്താവെ ആ സാധ്യതകളെ സാധ്യതകളാക്കി മാറ്റാൻ കഴിയുന്ന സത്യദൈവത്തെ ആരാധിക്കുന്നത് ഞങ്ങൾക്ക് മുൻപടിയായി കടന്നു പോകുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച കൂടി കർത്താവ് നമുക്ക് നൽകാൻ പോകുന്നതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ആ കൃപയിൽ വർദ്ധിച്ചു വരുവാൻ, ആ ശക്തിയിൽ വർദ്ധിച്ചു വരുവാൻ, ആ ജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുവാൻ, ആ വെളിപ്പാടിൽ വർദ്ധിച്ചു വരുവാൻ, ദൈവിക സാക്ഷികളായ്മ ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം വീണ്ടും ഇടയാക്കാൻ പോകുന്നതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മളെ എന്ത് പകലും കരം വെച്ച് ആശീർവദിച്ച് മടക്കി അയക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ആ കരത്തിന് കീഴിൽ നമ്മൾ താണിരിപ്പാൻ തക്ക സമയത്ത് ഉയർത്തുവാൻ ആ ചെറുകൾക്കുള്ളിൽ കഥാകളെ പൊതിഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ശത്രു ഒരു മണ്ഡലത്തിലും ക്ഷേമെടുക്കും ഇടയാകാതെ തക്കവണ്ണം ദൈവിക കഥാ കൃപയിൽ കരുതൽ കാവിൽ കഥാ സൂക്ഷിക്കുന്നതായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. അളവില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പുത്രനായ ഏകപുത്രൻ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും ശക്തിയും ഇവിടെ എല്ലാം കൂടെ കഥാന് വരവരേക്കും. ആമേൻ. കേൾക്കപ്പെട്ട മഞ്ഞത്തോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരും കൂടിയിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ. കഥാ സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.